ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും നിവർന്നിരിക്കുക, കണ്ണുകളൊക്കെ അടച്ച്. വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ +2 അല്ലേ കെമിസ്ട്രിയുടെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ ആകുമ്പോൾ എല്ലാവരും എക്സാമിന് റെഡിയായി എക്സാം എഴുതും. A+ മേടിക്കുമോ എന്നുള്ളവരാണെങ്കിൽ ഉഷാറായിട്ട് കൈവശിക്കേ മേടിക്കും. ഓക്കെ, യെസ്. ഫിസിക്സിൻ്റെ എക്സാം കുറച്ച് ടഫായിരുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞു. ശരിയാണോ? ടഫായിരുന്നോ? ഏയ് ചുമ്മാ, പഠിക്കാത്തവർക്ക് ടഫായിരുന്നു. അങ്ങനെയാണോ രാഹുൽ ആണോ? പഠിച്ചവർക്കും ടഫായിരുന്നു. കുഴപ്പമില്ല, അതിൻ്റെ ക്ഷീണം നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിൽ തീർക്കാം. ഓക്കെ, സെറ്റാണോ അപ്പോൾ എല്ലാവരും? ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യാം. എന്താ സാറേ 2-3 ക്വസ്റ്റ്യൻ ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്ന, അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ ഇന്ന് D&F ബ്ലോക്ക് എലമെന്റ്സും പിന്നെ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ 3 ചെറിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വില്ലന്മാരെയൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്ത് തീർത്തു അല്ലെ? സഞ്ജയ് സാർ വന്ന് വില്ലന്മാരെല്ലാം തീർത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചെറിയ ഒരു തൊട്ടുകൂട്ടാൻ അല്ലെ, എല്ലാം കിട്ടി, ഇനി കുറച്ച് അച്ചാറും അല്ലെ ഒരു പപ്പടം ഒക്കെ കിട്ടി ഒന്ന് തൊട്ടുകൂട്ടാനുള്ള ഒരു 3 ചാപ്റ്റേഴ്സാണിത്. ഓക്കെ, വലിയ മാർക്സ് ഒന്നും അധികം വരാത്തൊരു ചാപ്റ്റേഴ്സാണിത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഇത് ലൈവ് അങ്ങനെ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴും ചോദിക്കുന്ന എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് ഏതാണെന്ന് പറയാം. റൈറ്റ് എനി 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഓക്കെ, ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് ചോദിക്കും, അതുപോലെ തന്നെ ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും ചോദിക്കും. പഠിച്ചു വെച്ചിട്ട് പോയിക്കോളണം. പഠിക്കും, ഉറപ്പാണോ? കൂടെ എന്തും പഠിക്കണം, റൗൾസ് ലോയും കൂടിയും പഠിക്കണം. അത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ റൗൾസ് ലോ കൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം ഫിസിക്സിന്റെ എക്സാം അറിയാലോ, പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പൊ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യനായ റൗൾസ് ലോയും വരാൻ. കാരണം റൗൾസ് ലോ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല ഫൈനൽ എക്സാമിന്, എന്നാലും പഠിച്ചിട്ട് വേണം പോകാൻ. സെറ്റാണല്ലോ? ഓക്കെ, അപ്പൊ 2 ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻസ് അല്ലേ? എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ? പറയുന്നത് എന്താണ്? ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെ? സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സും. കാരണം നമുക്കറിയാം ഗ്യാസസിൻ എന്താണ് ലിക്വിഡിൽ ഡിസോൾവ് ആകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ഹെൻറീസ് ലോ. ശരിയല്ലേ? ഗ്യാസസ് ലിക്വിഡിൽ എന്താണ് ഡിസോൾവ് ആവുന്നതുമായിട്ട് ബേസ് ചെയ്ത് പറയുന്ന ലോ ആണ് ഹെൻറീസ് ലോ. അതുകൊണ്ട് തന്നെ സോഡ വെള്ളം അല്ലെ, സോഡ വാട്ടർ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒക്കെ പ്രിപ്പറേഷനിൽ ഹെൻറീസ് ലോയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഓക്കെ, അതുപോലെ എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് ബെൻസ് ഇൻ സ്ക്യൂബ ഡൈവേഴ്സ്. എന്താണ് ബെൻസ് എന്ന് പറയുന്നത്? ബെൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് സ്ക്യൂബ ഡൈവേഴ്സിന് സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അതും എന്താണ് ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് അനോക്സിയ ഇൻ പീപ്പിൾ ലിവിംഗ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ഓർ ക്ലൈംബേഴ്സ്. എന്താണ് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലേക്ക് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ. അതാണ് എന്ത് അനോക്സിയ എന്ന് പറയുന്നത്. കാരണം എന്താണ് ഓക്സിജന്റെ അളവ് കുറയുന്നത് അല്ലെ? ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്കാണ്. അന്നേരം നമ്മൾ എന്താണ് നമ്മുടെ കോൺഷ്യസ് അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അത് അവസാന മരണത്തിലേക്ക് വരെ എത്തിക്കാം. കാരണം നമുക്ക് ബ്രീത്ത് കിട്ടിയില്ലെങ്കിൽ അവസാന മരണത്തിലേക്ക് വരെ എത്തിക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് എന്താ, മറ്റേ ആ സിലിണ്ടറൊക്കെ തൂക്കി പിടിച്ചാണ് എന്ത് ചെയ്യാറുള്ളത്, ക്ലൈംബ് ചെയ്യാറുള്ളത് അല്ലെ? അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെൻറീസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിലെ ഏതെങ്കിലും 2 എണ്ണമൊക്കെയാണ് ചോദിക്കാറുള്ളൂ. പഠിച്ചു വെച്ചിട്ട് പോകണം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത 2 എണ്ണം പഠിച്ചു വെച്ചിട്ട് പോവുക. സെറ്റ് ആണല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻസ് ബൈ സൈറ്റിംഗ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ മിക്സ് ഓഫ് എൻതാൽപ്പി ആൻഡ് ഡെൽറ്റ മിക്സ് ഓഫ് വോളിയം ഫോർ സച്ച് എ സൊല്യൂഷൻ? എന്തായിരിക്കും നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഏതൊരു കോൺസെൻട്രേഷനും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്ന് വിളിക്കാം, സൊല്യൂഷൻസിനെ നമുക്ക് എന്ന് വിളിക്കാം ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം അല്ലെ? എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, റൗൾസ് ലോ അതായത് ഐഡിയൽ സൊല്യൂഷൻസ് ആർ ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ ദ റൗൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. ഏതൊരു കോൺസെൻട്രേഷനിലും എന്താണ് റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിക്സ്ചർ ഓഫ് എൻഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ ഓർ എ മിക്സ്ചർ ഓഫ് ബ്രോമൈഥൈൻ ആൻഡ് ക്ലോറോഇഥൈൻ ഓർ എ മിക്സ്ചർ ഓഫ് ബെൻസീൻ ആൻഡ് ടൊലുവിൻ എക്സെട്ര. ഇതിലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഒരു ഓക്കെ, ഫോർ ഐഡിയൽ സൊല്യൂഷൻ ഡെൽറ്റ എച്ച് മിക്സിന്റെ is equal to 0 and delta V mix is also equal to 0. രണ്ടിന്റെ വാല്യൂ 0നോട് ഈക്വൽ ആയിരിക്കും. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഈ അവസാനത്തെ, കേട്ടോ? അതുകൊണ്ട് അത് പഠിച്ചോളണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റാണോ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണ് മക്കളെ ഞാൻ 2 കാര്യങ്ങൾ തരാം. അതായത്
പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പോസിറ്റീവ് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക എന്നാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അതിന്റെ കണ്ടീഷൻ അടക്കം ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ പഠിക്കുക. ഒരു 2 മിനിറ്റത്തേക്ക് ഞാനൊന്ന് ബ്രേക്ക് എടുക്കുവാണ്, കാരണം ഫാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 2 മിനിറ്റത്തേക്ക് ബ്രേക്ക് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 ഗ്രാഫും പ്ലോട്ട് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പഠിച്ചെങ്കിൽ ഒന്ന് കൈവശിക്കേ. യെസ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലും ചോദിക്കാറുള്ളത് പോസിറ്റീവ് ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കൂടുതലും സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഞാൻ സൊല്യൂഷൻസ് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും ചോദിക്കാറാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും പഠിക്കാം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻസും പഠിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുകളയരുത്. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ന്യൂമറിക്കൽസും ചോദിച്ചിട്ടുണ്ട്. ഇത് ന്യൂമറിക്കൽസ് ആണല്ലോ സാർ, അന്നത് വിട്ട് കളഞ്ഞേക്കാം, അങ്ങനെ വിചാരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്ര നമ്മൾ ചെയ്തു നോക്കണം. ന്യൂമറിക്കൽസും വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതിന്റെ PDF ഒക്കെ ലാസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? എവിടെ? ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം, പഠിച്ചോളാം. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണ് നമുക്ക് നോക്കാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് which depend only the relative number of solute particles and not on their nature, or these the properties which depend on the number of solute particles irrespective of their nature related to the total number of particles present in the solution. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചിരിക്കുന്ന രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെ എഴുതിയാലും മതി, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാലും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വഭാവത്തെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം എന്തിനെ മാത്രമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ആ റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ റിലേറ്റീവ് നമ്പറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്തരം പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കലേ, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് 353.23 Kelvin when 1.80 gram of a non-volatile solute is dissolved in 90 gram of benzene. The boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Kb for the benzene is 2.53 Kelvin kilogram per mole. നമ്മൾ ഇത് ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതായത് ബോയിലിംഗ് പോയിന്റ്, ബെൻസിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 353 അല്ലെ, 353.23 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് T0B വാല്യൂ അല്ലെ, T0B വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ആണോ? യെസ്, എത്ര? 353.23 Kelvin. 1.80 gram നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഏതിലേക്ക്? 90 ഗ്രാം ബെൻസീനിലേക്ക്, 90 ഗ്രാം ബെൻസീനിലേക്ക്. അപ്പൊ നമുക്ക് മനസ്സിലായി W2 എത്രയാണ്? 1.80 ഗ്രാം അല്ലെ, W2 ആണ്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. അപ്പൊ W2 ആണ് അല്ലെ, W2 is equal to 1.80 ഗ്രാം. അപ്പൊ T0B 353.23 കെൽവിനും അതുപോലെ തന്നെ WB is equal to 1.80 ഗ്രാമും. ഓക്കെ, അതുപോലെ തന്നെ W1 എത്ര തന്നിട്ടുണ്ട്? 90 ഗ്രാം തന്നിട്ടുണ്ട്. ബെൻസീൻ അല്ലെ, ബെൻസീനിന്റെ ഇത് നമ്മൾ സോൾവെന്റ് ആയ ബെൻസീന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 90 ഗ്രാം തന്നിട്ടുണ്ട്. അതാണ് എന്ത്? W1. ഓക്കെ, TB വാല്യൂ, അതായത് എന്താ പറയുക, TB ബോയിലിംഗ് പോയിന്റ് റേസ് ചെയ്തു എത്രയിലേക്ക്? 354.11 കെൽവിൻ. എപ്പോഴോ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈ ബെൻസീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് 354.11 കെൽവിൻ ആയിട്ട് ഉയർന്നു. അതായത് TB വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 354.11 കെൽവിൻ. അങ്ങനെയാണ് ഡെൽറ്റ TB വാല്യൂ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? TB മൈനസ് T0B ചെയ്താൽ മതി അല്ലേ, ആണല്ലോ. 354.11 മൈനസ് 353.23 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ TB വാല്യൂ നമുക്ക് കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളാർ മാസായ M2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? M2 = എന്ന് പറഞ്ഞ ഇതിന്റെ വാല്യൂസ് എല്ലാം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. എന്താണ്?
ഹിയർ W2 is equal to 1.80 gram, W1 is equal to 90 gram, TB യുടെ വാല്യൂ 354.11 Kelvin, T0 is equal to 353.23 Kelvin, KB is equal to 2.53 Kelvin kilogram per mole എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡെൽറ്റ ടി ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു 0.88 കെൽവിൻ. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. M2 is equal to എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സെറ്റാണോ? ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശം. ഇനി അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ് എടുത്ത് M2 is equal to എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. M2ന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെയും ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, സെറ്റ് ആണല്ലോ? ആനുഷാറുടെ കൈവശം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Two solutions having same osmotic pressure at a given temperature are called dash. എന്താണെന്ന് പറയാൻ പറ്റുമോ? അതായത് രണ്ട് സൊല്യൂഷൻസിനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അത് ഒരേ ടെമ്പറേച്ചറിൽ, അത് തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷർ രണ്ട് സൊല്യൂഷൻസും എങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. പറയാൻ പറ്റുന്നവരെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ചാറ്റിലേക്ക് ഇട്ടാലും മതി. യെസ്, ചാറ്റിലേക്ക് വരുന്നുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷൻ അല്ലെ? ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഐസോട്ടോണിക്കും ഹൈപ്പർട്ടോണിക്കും ഹൈപ്പോട്ടോണിക്കും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചോളണം. ഓക്കെ, സിമ്പിൾ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തതായിരുന്നു ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ് ഹെൻറീസ് ലോ. അതൊന്ന് പറയാൻ പറ്റുന്നവരെ സാർ ഒരാൾ പിക്ക് ചെയ്തോ. ആരാണ് വരുന്നത്? ആരാണ് സർ? രാഹുൽ. യെസ്, രാഹുൽ. ശ്വാസം വിട്ടു പറയടാ. ഓക്കെ, കാണാനെങ്കിലും പഠിച്ചു വെച്ചേക്കുവാണ്. ഓക്കെ ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് എബവ് ഇറ്റ് എന്നും വേണമെങ്കിലും അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. അതല്ല, നമ്മൾ +2 ലെവലിൽ പഠിക്കുവാണെങ്കിൽ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ എന്ന് സ്റ്റേറ്റ് ചെയ്താലും ശരിയാണ്. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുവാണെങ്കിൽ രണ്ടാമത് ഇട്ടിരിക്കുന്നതാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണോ? ഹെൻറീസ് ലോ എല്ലാവരും പഠിച്ചോളണം, പഠിക്കാതെ പോകരുത്. ഓക്കെ, ഒരു ഉഷാറില്ലോടാ. എന്താണ് എനർജി ഇല്ലാത്ത? മൂന്നാമത്തെ ലൈവ് ആയതുകൊണ്ടാണോ? ഫസ്റ്റ് ലൈവിന് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ സാറേ? ഭയങ്കര എനർജി ആയിരുന്നോ? ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ, ഇവരെ ഞാൻ +1 പഠിപ്പിച്ചാൽ +1 ചെന്ന് ഓർഗാനിക്കാണ് എടുത്തതാണ്. ഇവർക്ക് ഓർമ്മയുണ്ടോ? +1 ഓർഗാനിക് എടുത്തതാ. അന്ന് എന്നെ ഇട്ട് വെള്ളം കുടിപ്പിച്ചതാ ഇവരെ. അപ്പൊ ഞാൻ ഓർത്ത് ഇവരൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് +2 ഇരിക്കുമായിരിക്കും. +2 വന്നപ്പോൾ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ട പോലെയായി. ആണോ ബേസിലെ? ഞാൻ ഇന്നലെയും ബേസിലിന്റെ കാര്യം ഓർത്തുള്ളൂ. അതെ, ബേസിലിന്റെ വീട് കോതങ്കല അല്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്താണ് ഹെൻറീസ് ലോ? അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കും സാർ എന്താ ഞങ്ങളുടെ കാര്യം ഓർക്കാത്തെന്ന് വിചാരിക്കരുത്, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓക്കെ, എല്ലാവരും കാര്യമൊക്കെ ആലോചിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18 gram of glucose C6H12O6 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണല്ലോ അല്ലെ? is dissolved in 1 kilogram of water in a saucepan. At what temperature will water boil at 1.013 bar? ഇതിന് മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിച്ചോളണം. ഓക്കെ, KB for water is 0.52 Kelvin kilogram per mole. Boiling point of water 373.15 Kelvin. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ പല ഫാക്കൽറ്റീസും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത്. അതുകൊണ്ട് പഠിച്ചു വെച്ചോളണം, പഠിക്കാതെ പോയേക്കരുത്. ഓക്കെ, പഠിക്കാതെ പോകരുത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഞാൻ എല്ലാത്തിന്റെ ആൻസറിലേക്ക് എത്തിക്കൊന്നുമില്ല, ജസ്റ്റ് ചെയ്ത് തരണ ആ രീതി പറഞ്ഞു തരുള്ളൂ. ഓക്കെ, പഠിച്ചു വെച്ചോളണം. എങ്ങനെ ചെയ്യാം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 18 gram ഓഫ് ഗ്ലൂക്കോസ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി W2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 18 gram ഓഫ് ഗ്ലൂക്കോസ് അല്ലെ? സോറി, W2ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 18 gram എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഡിസോൾവ് ഇൻ 1 kilogram ഓഫ് വാട്ടർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? വാട്ടറും തന്നിട്ടുണ്ട്. വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? സോൾവെന്റ് ആണ്. അപ്പൊ W1 ആണ്. അത് എന്ത് ചെയ്യണം? കിലോഗ്രാമിൽ തന്നിരിക്കുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിട്ടുണ്ട് അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ വാട്ടർ ബോയിൽ അറ്റ് 1.013 ബാർ തന്നിട്ടുണ്ട്. അല്ലെ KB തന്നിട്ടുണ്ട് അല്ലെ? 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോളും
ബോയിലിംഗ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 373.15 കെൽവിൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു 1000 ഇൻറ്റു W2 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1 തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കെ ബി ഇൻറ്റു മൊളാലിറ്റി അല്ലെ, മൊളാലിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.052 എന്നായിരിക്കും നമുക്ക് എൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഈ ടി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടി നോട്ട് ബി പ്ലസ് ഡെൽറ്റ ടി ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ ആയ 373.202 കെൽവിൻ എന്ന് കിട്ടും. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആദ്യം ഡെൽറ്റ ടി ബിയുടെ ഈ ഇക്വേഷൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം എന്താണ്? ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു കെ ബി ഇൻറ്റു എം വെച്ചാലും ചെയ്യാം, അതല്ലെങ്കിൽ ഇത് വെച്ചാലും ചെയ്യാം. ഏത് വെച്ച് ചെയ്താലും നമുക്ക് ആൻസർ 0.052 കിട്ടും. അതിനുശേഷം ടി ബി ചെയ്യുക, ടി നോട്ട് ബി പ്ലസ് ഡെൽറ്റ ടി ബി. ഓക്കെ, ടി ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടി നോട്ട് ബി പ്ലസ് ഡെൽറ്റ ടി ബി ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഷെയർ ചോദിച്ചാൽ സെറ്റ് ആണോ? ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക. ഓക്കെ, ന്യൂമറിക്കൽസ് ചോദിക്കാം. കൂടുതൽ ന്യൂമറിക്കൽസ് ചോദിച്ചിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ നിന്ന് കൂടുതലും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ മെൻഷൻ വൺ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. നമ്മൾ ഓസ്മോസിസിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കണം. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് പോകാം. If a pressure, in answer ആണ്, if a pressure larger than osmotic pressure is applied, the direction of flow of solvent can be reversed. അല്ലെ, എന്താണ്? ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓസ്മോസിസ് നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? ഫ്ലോ നടക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഹയർ ടു ലോവറിലേക്ക് ആയിരിക്കും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഡൗട്ട്സ് ചാറ്റിൽ ഇടാൻ നോക്കുക കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിലേക്ക് ഇടാൻ നോക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് അറിയാം. വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവേഴ്സ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ. Carrot that has become limp because of water loss can be revived by placing in water. Water movement from soil into plant roots. The preservation of meat by salting and of fruits by adding sugar products against bacterial action. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. രണ്ടെണ്ണമൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രഷറിന്റെ വാല്യൂ എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ പ്രഷറിന്റെ വാല്യൂ എവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അത്രയും വലിയ ഇതിലേക്ക് നോക്കണ്ട. ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു ചില വാല്യൂസ് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്തും തരും. മനസ്സിലായില്ലേ? ആരാണെന്ന് ചോദിച്ചാൽ അഞ്ജലി അല്ലേ? നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ചെയ്യാൻ ചില വാല്യൂസ് നമുക്ക് അങ്ങ് തരും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും എളുപ്പമുള്ള ഭാഗത്തിലൂടെ ചെയ്യുക. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ നമ്മളെ വലിയ ഇക്വേഷൻസ് വെച്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്? ഡെൽറ്റ ടി ബി ഇസിക്കൽ ടു ടി ബി ഇൻറ്റു കെ ബി ഇൻറ്റു എം എന്ന് പറയുന്ന ആ ചെറിയ ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, ഏത് വെച്ച് ചെയ്താലും നമുക്ക് 0.052 എന്നുള്ള വാല്യൂയിലേക്ക് നമുക്ക് എത്തും. എന്നിട്ട് എന്താണ്? ടി ബി ഇസിക്കൽ ടു എന്താണ്? ടി നോട്ട് ബി പ്ലസ് ഡെൽറ്റ ടി ബി ഇസ് എന്നുള്ളത് ചെയ്ത് കഴിയുമ്പോൾ 373.323 അങ്ങനെ എന്തോ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ആ വാല്യൂയിലേക്ക് എത്തും. ഓക്കെ, നമ്മളെ എപ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂസ് എങ്ങനെ പരമാവധി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഗത്തിലേക്ക് നോക്കാം. തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും വെച്ച് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് അനുസരിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡേറ്റാസ് വെച്ച് ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അതാണ് മാത്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മിക്സ്ചർ ഓഫ് ടു ലിക്വിഡ്സ് എ ആൻഡ് ബി ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ. എയും ബിയും കൂടി ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്തു. ഡ്രോ ദ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ കർവ് ഫോർ ദിസ് സൊല്യൂഷൻ. അറിയാലോ, പോസിറ്റീവ് ഡിവിഷനും അല്ല നെഗറ്റീവ് ഡിവിഷനും അല്ല, നോർമൽ ആയിട്ട് വരയ്ക്കുന്ന ആ ഗ്രാഫ്. ഏതാണ് നോർമൽ ഗ്രാഫ്? ഇതാണ്. ഇത് വരയ്ക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പം നിങ്ങൾ ചിലരൊക്കെ വരയ്ക്കുമ്പോൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ് വരയ്ക്കും. ഇങ്ങനെ കയറി വന്നിരിക്കുന്നത് എന്താണ്? ഇങ്ങോട്ട് വരയ്ക്കാറുണ്ട്. എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്ലോട്ട് ചെയ്യുമ്പം കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്താൽ മതി. അതായത് നമുക്കറിയാം ഇവിടെ K1 ഈസിക്കൽ ടു 1 K2 ഈസിക്കൽ ടു 0 അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് 1 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് 2 ഈസിക്കൽ ടു 0 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. K1 ഈസിക്കൽ ടു 1 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? P1 എന്താണ്? 1 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തണം, 0 അല്ല.
അതായത് കൈ1 is not equal to 0. therefore എന്താണ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഹയർ ലെവലിലായിരിക്കും നിൽക്കുക. മനസ്സിലായല്ലോ? അതേസമയം P2 എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും, കാരണം കൈ2 ഈക്വൽ ടു 0 ആണ്. സോ P2 ഇവിടെ എന്തായിരിക്കും, 0 പ്ലോട്ട് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചാകും, കൈ1 ഈക്വൽ ടു 0 ആൻഡ് കൈ2 ഈക്വൽ ടു 1. സോ എന്താണ് ഇവിടെ P1 എന്താണ് 0 പ്ലോട്ട് ചെയ്യേണ്ടത്, P2 എന്തായിരിക്കണം ഹയർ ഇതിലേക്ക് പ്ലോട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വരയ്ക്കണം. ചിലരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പ് മാത്രം ഓർത്തെടുത്തോണ്ട് പോകും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് വെക്കുക, എന്നിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് നേരെ ഓപ്പോസിറ്റ് ഒക്കെ പ്ലോട്ട് ചെയ്ത് വെക്കും. തെറ്റാണ്. ഓക്കെ, നമുക്ക് ഈ ഷേപ്പ് കിട്ടിയാൽ പോരാ, ഷേപ്പിലല്ല കാര്യമായിരിക്കണം, എന്താണ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ P1ഉം P2ഉം കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുക. P ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2. ഓക്കെ, അതെപ്പോഴും എന്തായിരിക്കും, ഈ രണ്ട് ലൈൻസിനെ എന്തായിരിക്കും ഒരുമിപ്പിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇത് നേരെ തിരിച്ചു വേണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ഇങ്ങനെ നിൽക്കും, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കും. ഓക്കെ, അന്നേരം എന്താണ് P1ഉം P2ഉം കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുക. കാരണം കൈ1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ P1 എന്തായിരിക്കും, ഇവിടെ 1 എന്ന് പറയുന്ന ഓപ്ഷനിൽ മുന്നിൽ നിൽക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ഉയർന്നു നിൽക്കണം. ഓക്കെ, അപ്പം അവിടെ കൈ2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് P2വിന്റെ വാല്യൂ എന്തായിരിക്കണം, ഇവിടെ 0 പ്ലോട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ, അതിൽ മോൾ ഫ്രാക്ഷൻ അറിയാലോ, P1 പ്ലസ് P2 ഈക്വൽ ടു എന്തായിരിക്കും, സോറി കൈ1 പ്ലസ് കൈ2 ഈക്വൽ ടു എന്തായിരിക്കും, എപ്പോഴും 1 ആയിരിക്കും. മനസ്സിലായല്ലോ? കൈ1 പ്ലസ് കൈ2 ഈക്വൽ ടു 1 ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 1.5 എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, അത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അതായത് കൈ1ന്റെയും കൈ2ന്റെയും വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന ആൻസർ കിട്ടണം. 1ന്റെ താഴെ ആയിരിക്കണം അപ്പം കൈ1ന്റെ ആൻസർ അല്ലെങ്കിൽ കൈ2ന്റെ ആൻസർ എപ്പോഴും നിൽക്കുക. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെച്ചോളണം മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ ലിക്വിഡ്സ് A and B are 400 mm and 600 mm of Hg respectively. Calculate vapor pressure of the solution in which mole fraction of B is 0.4. ഓക്കെ, വേപ്പർ പ്രഷർ പ്യുവർ ലിക്വിഡ്സിന്റെ എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. ഒരെണ്ണം 400 mm, മറ്റൊന്ന് 600 mm ആണ്. Hg പ്രഷറാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Hg എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മെർക്കുറിയുടെ ഇതാണ്, അത് പ്രഷറിൽ പറഞ്ഞിരിക്കുന്നതാണ്, വേപ്പർ പ്രഷറിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. മനസ്സിലായേക്കാണ് നിങ്ങൾക്ക്. നമുക്കറിയില്ല, മറ്റേ പ്രഷർ നോക്കുന്ന മീറ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ആ മെർക്കുറി എന്ന് പറയുന്ന സാധനത്തിന് റീഡിങ് കയറി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, മെർക്കുറി റീഡിങ് കയറി പോകില്ലേ. അപ്പം 400 mm 600 mm എന്നുള്ള രീതിയിലാണ് കയറി പോകുന്നത്. അതുപോലെ തന്നെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എ എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ നിൽക്കുന്നത് 400 mm-ലും അതിൽ ബിയുടെ എന്ന് പറയുന്നതിന്റെ 600 mm ഓഫ് Hg-ലാണ് നിൽക്കുന്നത്, അതിന്റെ വേപ്പർ പ്രഷർ നിൽക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇൻ വിച്ച് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് 4.4. അതായത് മോൾ ഫ്രാക്ഷൻ ബിയുടെ മോൾ ഫ്രാക്ഷൻ 0.4 ആണെങ്കിൽ അതിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ ആൻ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനിലെ ഏത് വാല്യൂ ആണ് ക്ലിയർ? നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയുള്ളൂ. ഏതായിരുന്നു മക്കളെ? ഇതിൽ ഏത് വാല്യൂ ആയിരുന്നു? എസ്. ആൻസർ കിട്ടോ? വെറുതെ അല്ലെങ്കിൽ കൈ കൊണ്ട് കാണിച്ചാൽ മതി. എസ്, വെരി ഗുഡ്. ഡെൽറ്റ എച്ച് മിക്സ് ഇസ് ഇക്വൽ ടു 0 ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ, പി ടോട്ടൽ ഇസ് ഇക്വൽ ടു പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഓഫ് കൈ ബി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വേഷന് നമുക്ക് കൊടുക്കാം. അതായത് പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഓഫ് കൈ ബി. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് പഠിച്ചു പോകുക കേട്ടോ. ഇതിന്റെ കഥ പറയാൻ നിൽക്കാൻ സമയമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പി ടോട്ടൽ ഇസ് ഇക്വൽ ടു പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് എന്താണ് മാറ്റി പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഓഫ് കൈ ബി എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ പി നോട്ട് എ നമുക്ക് തന്നിട്ടുണ്ട്, പി നോട്ട് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, കൈ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം അതിലേക്ക് കൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. എങ്ങനെ? 400 പ്ലസ് 600 മൈനസ് 400 ഇൻറ്റു 0.4 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 480 mm ഓഫ് Hg കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് കൈ ബി ഇസിക്കൽ ടു 0.04ഉം കൈ എ ഇസിക്കൽ ടു 1 മൈനസ് കൈ ബി ആയിരിക്കുമല്ലോ അല്ലേ? കാരണം കൈ എയും കൈ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കൈ എ എന്ന് പറയുന്നത് 1 മൈനസ് കൈ ബി ആയിരിക്കും. അപ്പോൾ 1 മൈനസ് 0.4 ഇസിക്കൽ ടു 0.6 അല്ലേ? അങ്ങനെയാണെങ്കിൽ പി എ ഇസിക്കൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ എന്നുള്ള ഇക്വേഷൻ ഇട്ട് ചെയ്താലും
നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെ കിട്ടും? അപ്പോൾ 400 ഇൻറ്റു 0.6 ഈസ് ഈക്വൽ ടു 240 mm ഓഫ് Hg. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ചെയ്ത് നോക്കുക കേട്ടോ, സ്വന്തമായിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിച്ചു. ഓക്കെ, രണ്ടും ചെയ്യണം. അതിൽ ആദ്യത്തെ എന്തായാലും ചെയ്തെങ്കിലും വെക്കണം. ഓക്കെ, ഇത് മുൻപ് ചോദിച്ചിരിക്കുന്നതാണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതൊക്കെ ചോദിക്കുക. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. ഓക്കെ, സെയിം രീതിയിൽ തന്നെ ഒരിക്കലും ചോദിക്കില്ല. അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്താണ് ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, നുറുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പം, ഇപ്പം ഞാനൊരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ, ഈ വർഷം ഇപ്പം ഈ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുന്നിലത്തെ വർഷവും നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള വർഷങ്ങൾ മൊത്തം എന്തായിരുന്നു? 16 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കെമിസ്ട്രിയിൽ. ഓക്കെ, 16 ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാക്സിമം വരുമ്പോൾ. മനസ്സിലായോ? 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു മാക്സിമം വരുമ്പോൾ. ഇപ്പൊ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി അങ്ങനെ ഭയക്കൊന്നും വേണ്ട. എന്തായാലും ന്യൂമറിക്കൽസ് എന്തായാലും ഉണ്ടാവും ചോദിക്കാൻ, അത് ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഹെൻറീസ് ലോ ഉണ്ടാവും, അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. അപ്പോൾ എന്തായാലും തിയറി മാത്രമല്ല, ഒരു ന്യൂമറിക്കലും എന്തായാലും കൂടെ ഉണ്ടാകും. നമ്മൾ ബിയുടെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇത് പഠിച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. നെക്സ്റ്റ് ഒരു ന്യൂമറിക്കൽ തന്നെയാണ്. 400 centimeter cube of an aqueous solution of a protein contains 1.26 gram of protein. The osmotic pressure of such solution at 300 Kelvin is found to be 2.57 into 10 raised to minus 4 atm. Calculate molar mass of protein. എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളിത് ഇതിന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഓർക്കണുണ്ടോ? ചെറിയ വാല്യൂസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇരുന്ന കീർത്തനയല്ലേ സാർ? അത് കീർത്തന വെച്ചിരിക്കുന്നുണ്ട്. എവിടെയാണ് സാർ? എല്ലാം കിളി പോയിരിക്കുവാണ്. ഇതൊക്കെ ഓർക്കണുണ്ടോ നോക്കുമ്പോൾ എനിക്ക് അല്ലെ. 400 centimeter cube. ഓക്കെ, അതിലാ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ബാക്കി എല്ലാ വാല്യൂസും ഒക്കെ സെയിം തന്നെയായിരുന്നു ഏകദേശം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ആർക്കെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോവാം. നമുക്ക് 3 ചെറിയ ചാപ്റ്റേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും പരിപാടി. അതുകൊണ്ട് ചോദിക്കുന്ന ഇത് ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന, ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? എല്ലാം ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിൽ ഏതൊക്കെ ഓരോന്നൊന്ന് പറഞ്ഞാൽ മതി. ആര് വരും? ആർക്കും പറ്റില്ല. തൃതീയ അല്ലെ? തൃതീയക്ക് പറ്റില്ലേ? ഇക്വേഷൻ പറയണ്ട, എന്നാ ഓരോ ഡാറ്റാസും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യണേ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് മോളാർ മാസ് ഈസിക്കൽ ടു W2RT ഡിവൈഡഡ് ബൈ പൈ വി. കാരണം ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. പൈ ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് മോളാർ മാസ് ആകുമ്പോൾ M2 ഈസിക്കൽ ടു W2RT ഡിവൈഡഡ് ബൈ പൈ വി എന്നുള്ള ഇക്വേഷനിലേക്ക് ഇടുക. അല്ലെ W2 ഈസിക്കൽ ടു 1.26 ഗ്രാമും വോളിയം 400 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അത് ലിറ്ററിലേക്ക് എന്ത് ചെയ്യാം മക്കളെ? കൺവേർട്ട് ചെയ്യണം. അപ്പൊ 0.4 എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കണം. ടീയുടെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 300 കെൽവിൻ. അതുപോലെ പൈയുടെ വാല്യൂ നമുക്ക് 2.57 into 10 raised to minus 4 atm എന്ന് തന്നിട്ടുണ്ട്. ആറിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ പഠിക്കണം, അത് വേറെ കാര്യം കേട്ടോ. എല്ലാം കയ്യിൽ എടുത്തിട്ടിട്ട് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആൻസർ കിട്ടില്ല. ചിലർക്കൊക്കെ എന്താണ് എറർ വരെയും കാണിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയൊന്നും വാല്യൂസ് ഇല്ലെന്നാണ് കാൽക്കുലേറ്റർ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ വരുമ്പം സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവസാനത്തെ കിട്ടുന്ന വാല്യൂസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? പിന്നെ ഇങ്ങനെയൊക്കെ 10 raised to minus 4 എന്ത് ചെയ്യുക? ഈ 10 raised to minus 4 മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പം എന്താകും? 10 raised to 4 ആകും കേട്ടോ. പിന്നെ ചിലർ ചോദിക്കും സാർ അങ്ങനെ 10 raised to 4 ഒന്നും ചോദിക്കരുത്. 10 raised to minus 4 മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ 10 raised to 4 ആയി മാറി. ഓക്കെ, എന്നിട്ട് ആ പവർ 10 raised to
4നെ അവിടെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക. സി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് M2 ആയിരുന്നു, അതുകൊണ്ട് ശരിയാ, അതുകൊണ്ട് ATMലല്ല കൊടുക്കേണ്ടത്, ഗ്രാമിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. സോറി, അവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ATMലല്ല കൊടുക്കേണ്ടത്, ഗ്രാമിലാണ്. കാരണം M2 മോളാർ മാസ് അല്ലേ, അതുകൊണ്ട് ഗ്രാമിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്? ഉഷാറായിട്ട് ചോദിച്ചാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 15 gram ഓഫ് യൂറിയ. ഓക്കെ, അതിന്റെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് 60 gram തന്നിട്ടുണ്ട്. ഓക്കെ, പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇൻ വാട്ടർ ഹാസ് എ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആസ് എ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതിന്റെ മോളാർ മാസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസന്റ് ഇൻ 1 liter ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി അറിയോ? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താണ്? W = nRT എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? W = nRT. അതിൽ W1ഉം W2 എടുക്കണം, കാരണം രണ്ട് സൊല്യൂഷൻ പറയുന്നുണ്ട്, യൂറിയയും പറയുന്നുണ്ട്, ഗ്ലൂക്കോസും പറയുന്നുണ്ട് അല്ലേ? യൂറിയയും ഗ്ലൂക്കോസിന്റെ കേസും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് W1ഉം W2 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? W1ഉം W2 എടുക്കുമ്പോൾ W π1ഉം π2 എടുക്കുക കേട്ടോ. ഓക്കെ, അറിയാതെ പറഞ്ഞതാണ്, π1ഉം π2 എടുക്കുക. അപ്പൊ π1 എടുക്കുമ്പോൾ എന്താണ് അത് ചെയ്ത് കഴിയുമ്പോൾ 15/16. ഓക്കെ, π1 = 15/60 എന്നും കിട്ടും. W2 ഡിവൈഡഡ് ബൈ 180 എന്നും കിട്ടും. ഓക്കെ, അതിൽ W2 = 45 എന്ന് നമുക്ക് കിട്ടും. 45. ഓക്കെ, W2 ഇത് ചെയ്ത് കഴിയുമ്പോൾ W2 = എന്ന് പറഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. 15/60 = W2 ഡിവൈഡഡ് ബൈ 180 എന്നുള്ള ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 45 എന്ന് കിട്ടും. ഓക്കെ, ഇത് 15 എന്ന് പറയുന്നതായിരുന്നു W1 അല്ലെ? 15 എന്ന് പറയുന്നത് W1 ഡിവൈഡഡ് ബൈ 16 അതിന്റെ മോളിക്കുലാർ മാസും. അതുപോലെ W2 നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 118 തന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്. ക്വസ്റ്റ്യന്റെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കരുത്, 2 മാർക്സ് ഒന്നുമല്ല, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസും, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസും ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ 15/60 ചെയ്തു ഏതിന്റെ? യൂറിയയുടെ. ഓക്കെ, ഗ്ലൂക്കോസിന്റെ W2 നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ അതിന്റെ മോളാർ മാസ് 180 ഉണ്ട്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് W2 = 45 എന്ന് കിട്ടും. സെറ്റ് ആണെങ്കിലും ഉഷാർ കഴിച്ച. ഓക്കെ, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് CBSEയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? സ്റ്റേറ്റിൽ ചോദിച്ചിരിക്കുമ്പോൾ തന്നെ CBSEയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് വിത്ത് എക്സാമ്പിൾ. എല്ലാവർക്കും അറിയാവുന്ന സാധനം അല്ലെ? അസിയോട്രോപിക് മിക്സ്ചേഴ്സ് എന്താണെന്ന് അറിയാം. അതുപോലെ അസിയോട്രോപ്സ് തന്നെ 2 തരം ഉണ്ട്, മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ട്. അതിന്റെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇപ്പൊ മിനിമം ചോദിച്ചാൽ നാളെ എന്ത് ചോദിക്കാം? മാക്സിമം ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്താണ്? മിക്സ്ചേഴ്സ് ഓഫ് 2 liquids whose boiling point is lesser than each of 2 pure components അല്ലേ? അതായത് 2 പ്യുവർ കമ്പോണൻസ് എടുക്കുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറവായിരിക്കും അവ തമ്മിൽ എന്ത് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ? 2 എണ്ണം പ്യുവർ ആയിട്ടിരുന്നപ്പോൾ അതിന്റെ 2ന്റെയും ബോയിലിംഗ് പോയിന്റ് എടുത്തു, അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2ന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞു പോയെങ്കിൽ അതെന്താണ്? മിനിമം ബോയിലിംഗും. കൂടിപ്പോയ എന്തായിരിക്കും? അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതല്ലേ, ഇത് ഏത് ഡിവിയേഷൻ ആയിരിക്കും? പോസിറ്റീവ് ഡിവിയേഷൻ ആയിരിക്കും. ഓക്കെ, കാണിക്കുക. വിത്ത് ഗ്രാഫ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ചിലപ്പോൾ കേട്ടോ. അതായത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു ചോദിക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? സോറി, മിനിമം ബോയിലിംഗിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ കൂടെ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് അതും പഠിച്ചു വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സൊല്യൂഷൻ ഓഫ് കമ്പോണൻസ് A and B at molecular level, A-B interactions are weaker than those of between A-A or B-B interactions. Then the type of deviation shown by this solution is called ഏതാ മക്കളെ? ഏതാ മിലൻ ആന്റണി? മിലനെ അറിയോ? മിലനെ ഇതിന്റെ ആൻസർ അറിയോ? പോരട്ടെ. കുഴപ്പമില്ല, പഠിക്കാട്ടാ. പറ.
വെരി ഗുഡ്. പോസിറ്റീവ്. യെസ്, പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, യെസ്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്, പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 5% of solution by mass of cane sugar in water has a freezing point of 271 Kelvin. Calculate the freezing point of 5% solution of glucose. Okay, in water. Freezing point of pure water is 273.1 Kelvin. 15 Kelvin. Okay, നമ്മൾ എന്ത് ചെയ്യാം? സിമ്പിൾ ആണ്. 5% സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കെയിൻ ഷുഗർ എന്ന് പറയുമ്പോൾ എന്താണ്? 100% ആലും എടുക്കുക അല്ലേ? 100-ൽ നിന്ന് -5 ചെയ്യുമ്പോൾ 95 ആയിരിക്കുമല്ലോ ഏത് വരിക? ബൈ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെയിൻ ഷുഗർ 5 ഗ്രാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, വാട്ടറിന്റെ അപ്പോൾ അവിടെ എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? പറ. ഒരാൾ വിളിച്ചു സാറേ, ആരാണ്? അന്ന പറഞ്ഞോ? കെയിൻ ഷുഗറിന്റെ പെർസെൻറ്റേജ് പറഞ്ഞു, കൂടെ ബ്രാക്കറ്റിൽ പറഞ്ഞു ബൈ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5% പറഞ്ഞാൽ 5 ഗ്രാം ആയിരിക്കും. അങ്ങനെ വാട്ടറിന്റെ എത്ര നമുക്ക് പറയാം? എത്ര? യെസ്, 95 ഗ്രാം അല്ലെ? 95 ഗ്രാം ആയിരിക്കും. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 5 ഗ്രാം ഓഫ് സൊല്യൂഷൻ ബൈ ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ഇസ് 273 കെൽവിൻ, 273.15 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് ഇട്ട് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് എല്ലാം ഇട്ട് കൊടുത്താൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ അത് ഓർക്കണം. ഓക്കെ, എന്താണ്? ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം. അത് നിങ്ങൾ നോക്കേണ്ട. ഡെൽറ്റ ടി എഫ് ഇസ് കെ എഫ് ഇൻറ്റു എം അല്ലേ? അതായത് നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റിന്റെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ് കെ എഫ് എന്ന് പറയുന്നത്, ഇൻറ്റു എം മൊളാലിറ്റി. അതിനുശേഷം ഡെൽറ്റ ടി എഫ് 1 ബൈ ഡെൽറ്റ ടി എഫ് 2 ഇസ്ക്വൽ ടു M2 ഡിവൈഡ് ബൈ M1 ഓർ ഡെൽറ്റ ടി എഫ് 2 ഇസ്ക്വൽ ടു ഡെൽറ്റ ടി എഫ് 1 ഇൻറ്റു M1 ബൈ M2. ഇത് രണ്ട് രീതിയിൽ ചെയ്ത് നോക്കണം. വേണമെങ്കിൽ ഇതിന്റെ ആൻസറിന്റെ ഇത് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? സെൻഡ് ചെയ്ത് തരാം. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നതാണ്, ഞാനത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇക്വേഷൻസിലേക്ക് എല്ലാം ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. എന്നാൽ ഞാനിത് ആൻസറിന്റെ ഇത് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തന്നേക്കാം. ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ തന്നെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 1/2 ഫാക്ടറിന്റെ ആണ്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഗിവിംഗ് ദ വാല്യൂ ഓഫ് 1/2 ഫാക്ടർ I ഫോർ ദ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. NaCl ഉണ്ട്, AlNO3 ത്രൈസ് ഉണ്ട്, K2SO4 ഉണ്ട്, Al2SO4 ത്രൈസ് ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. NaClന്റെ ഡിസോസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസോസിയേഷന് മുമ്പുള്ള വാല്യൂ, ഡിസോസിയേഷന് ശേഷമുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ ഡിസോസിയേഷന് മുമ്പുള്ള വാല്യൂ വെച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഡിസോസിയേഷന് മുമ്പ് എത്ര അയോൺസ് ഉണ്ടായിരുന്നു, ഡിസോസിയേഷന് ശേഷം എത്ര അയോൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡിസോസിയേഷന് മുമ്പ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ശരിയല്ലേ? ഡിസോസിയേഷന് മുമ്പ് NaClന് എന്താണ്? ഒറ്റ കമ്പോണന്റേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഡിസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ NaCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കോ മക്കളെ, Na പ്ലസും ഉണ്ട്, Cl മൈനസും ഉണ്ട് അല്ലേ? Na പ്ലസും Cl മൈനസും. അപ്പോൾ ഇവിടെ എത്ര കമ്പോണന്റ് വന്നു? 1 + 1 2 അല്ലേ? ടോട്ടൽ 2 കമ്പോണൻസ് ഉണ്ട്. ശരിയാണല്ലോ? നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ച് I ഈസിക്കൽ ടു ചെയ്ത് കഴിയുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 1 എന്നല്ല വരിക അല്ലേ? ഡിസോസിയേഷന് ശേഷമുള്ള കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ദ ഡിസോസിയേഷന് മുമ്പുള്ള കമ്പോണന്റ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്താണ്? 2 ഡിവൈഡഡ് ബൈ 1 therefore ഈസിക്കൽ ടു 2 ആണ് Iയുടെ വാല്യൂ കിട്ടിയത്, ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 2 ആണ് വരേണ്ടത് ആൻസർ. AlNO3 ത്രൈസ് അല്ലേ? AlNO3 ത്രൈസ് എന്ന് പറയുമ്പോൾ ത്രൈസ് ഇത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നടക്കുന്ന എങ്ങനെയാണെന്നിരിക്കും നമുക്കറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വാലൻസി വെച്ചാണ് നമ്മൾ ഈ സാൾട്ടുകളുടെ ഒക്കെ ഫോർമേഷൻ നടക്കുക, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല നമ്മൾ ഫോം ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് വാലൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ആരുടെ കൂടെ ഉള്ളവനായിരിക്കും? ഈ Alന്റെ കൂടെ ഉള്ളവനായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെ വരും? Al3+ ആയി. അത് ഇവിടെ കടക്കുന്നവൻ എന്തായിരിക്കും? എപ്പോഴും ഇതിന്റെ മുകളിലുള്ള ചാർജ് ആയിരിക്കും Al3+. അതിന്റെ വാലൻസിയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അലുമിനിയത്തിന്റെ വാലൻസിയാണ് 3. ഓക്കെ, ആ വാലൻസി എന്താണ്? ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ Al3++ NO3
ഇവിടെ ALന്റെ ഇവിടെ എന്തോ ഉള്ളൂ മക്കളെ, ഒരു 1 ഉള്ളൂ ആണല്ലോ, ഒരു 1 ഉള്ളൂ. സോ അത് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ വരും, NO3 മൈനസ് ആകും ആണല്ലോ. ഇവിടെ ഇപ്പൊ എത്ര കമ്പോണന്റ് ഉണ്ട് മക്കളെ, ഇവിടെ ഇപ്പൊ എത്ര കമ്പോണന്റ് ഉണ്ട് നിങ്ങൾ നോക്കുക. Al3 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 AL ഇല്ലേ അല്ലേ, Al3 പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്, 3 അലുമിനിയം വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കരുതുക കേട്ടോ. ഇവിടെ 3 ഉണ്ടെങ്കിൽ, ഇവിടെ കിടക്കുന്ന 3 ഉണ്ടെങ്കിൽ ആ 3 ഇവിടെ വരുമ്പോൾ അവിടെ 3 അലുമിനിയം ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പൊ 3 പ്ലസ് ഇവിടത്തെ ഒറ്റ കമ്പോണന്റ്, ശരിയല്ലേ, ഒറ്റ കമ്പോണന്റ് ഉള്ളൂ. അപ്പൊ 3 + 1 എത്രയാണ് എൻ്റെ ആൻസർ വരുന്നത്, 4 ആണ് വരുന്നത്. സോ 4/1 = 4 ആയിരിക്കും. ഇവിടെ ഒറ്റ കമ്പോണന്റ് അല്ലായിരുന്നു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് 4/1 വന്നത്. I = 4/1 വന്നത്. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ AlNO3 ത്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കിടക്കുന്ന 3, ഈ 3 ആർക്ക് അവകാശപ്പെട്ടതാ, ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കിടക്കുന്നവന് അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഇവിടെ കിടക്കുന്ന ആ എണ്ണമായിരിക്കും ഇവിടെ ഉള്ളവന്റെ എണ്ണം എന്ന് പറയുന്നത്. ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടോ ആ നമ്പർ ഇവിടെ വരണം, അതായത് അത്രയും ആൾ ഇവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 അലുമിനിയം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം വന്നത്, 3 അലുമിനിയം. അപ്പൊ 3 + 1 NO3 ഇവിടെ, കാരണം അലുമിനിയത്തിന്റെ താഴെ വേറെ ഒന്നും ഇല്ലായിരുന്നു, അപ്പൊ അത് നമ്മൾ 1 ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സോ എന്ത് വന്നു, ഇവിടെ കിടക്കുന്ന നമ്പർ 6 കൂടെ പോകും, ഇവിടെ കിടക്കുന്ന ആനിയോന്റെ ഒപ്പം പോകും. സോ എന്തായിരിക്കും ഇവിടെ 1 NO3 എന്നായിരിക്കും എൻ്റെ ഐഡിയ വരിക. ഓക്കെ, സോ 3 + 1 വരുമ്പം എത്രയായി, 4 ആയി. സോ I = 4/1 = 4 എന്ന് കിട്ടി. ഇനി അടുത്ത നോക്കുക, K2SO4. K2SO4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഈ 2 ഉണ്ട് അല്ലെ, ഈ 2 ആറൊപ്പം പോകും, ഇവന്റെ ഒപ്പം പോകും. ഓക്കെ, SO4ലെ ഈ 4 ഒരിക്കലും ഇവന്റെ ഒപ്പം പോവില്ല. കാരണം എന്താണെന്ന് അറിയോ, ഈ 4 ഈ ഓക്സിജന് മാത്രം അവകാശപ്പെട്ടതാ. ഇവിടെ ഈ 3 എന്ന് പറയുന്നത് ഇവമാർക്ക് എല്ലാവർക്കുമായിട്ട് അവകാശപ്പെട്ടായിരുന്നു. NO3യിലെ 3 അല്ലല്ലോ നമ്മൾ കൺസിഡർ ചെയ്തേ, എവിടുത്തെ 3 കൺസിഡർ ചെയ്തേ, ഇവിടുത്തെ 3 കൺസിഡർ ചെയ്തേ. മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, K2SO4 എന്ന് പറയുമ്പോൾ അവിടുത്തെ വാല്യൂ എങ്ങനെ വരും, ഇവിടുത്തെ ഈ 3ക്ക് വരും. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, 1 എന്നായിരിക്കും ഉദ്ദേശിക്കുക, ശരിയല്ലേ. SO4 1 എന്നാണ് ഉദ്ദേശിക്കുന്നത് ആണല്ലോ. സോ എന്തായിരിക്കും, ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും, ഇവിടുത്തെ ഈ 2 ഉണ്ട്, ഈ 2 ആർക്ക് അവകാശപ്പെട്ടതാ, SO4ന് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഒരു K പ്ലസും 2 SO4ഉം ആയിരിക്കും അവിടെ, ശരിയാണല്ലോ അല്ലെ. ഒരു K പ്ലസും 2 SO4ഉം ഉണ്ടാവും, 2 SO4. സോ 2 + 1 എന്ന് പറയുമ്പോൾ എത്രയായി, 3 കിട്ടി. സോ 3/1, കാരണം ഇവിടെ എന്തായിരുന്നു, കമ്പോണന്റ് 1 ഉണ്ടായിരുന്നുള്ളൂ. ബിഫോർ ഡിസോസിയേഷൻ 1 ഉണ്ടായിരുന്നുള്ളൂ. അത് ആഫ്റ്റർ ഡിസോസിയേഷൻ 1 + 2 വന്നു. സോ 3/1 = 3 ആണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ആൻസർ എത്രയായിരിക്കും മക്കളെ, 3 ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ, പറയുന്നത് ക്ലിയർ ആണെങ്കിൽ ഷർട്ട് കഴിച്ചിക്കേ, കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്തതാണ് Al2SO4 ത്രൈസ്. ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ. Al2SO4 ത്രൈസ്. 5. യെസ്, വെരി ഗുഡ്, 5 ആണ് ആൻസർ വരുന്നത്. കാരണം നിങ്ങൾക്ക് എങ്ങനെ വരും മക്കളെ, Al2SO4 ത്രൈസ് എന്ന് പറയുമ്പോൾ ഈ 3 ഇവനും അവകാശപ്പെട്ടത്, ഈ 2 ഇവനും അവകാശപ്പെട്ടത്. അപ്പൊ 3 + 2 എന്ന് പറയുമ്പോൾ 5 ആണ്. സോ 5 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, നുറുക്കുവിദ്യയാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നുറുക്കുവിദ്യ വെച്ച് പറയുന്നത്. ഈ 2 ഇവന് അവകാശപ്പെട്ടത്, ഈ 3 ഇവന് അവകാശപ്പെട്ടത്. ഇത് സയന്റിഫിക് ആയിട്ട് ചെന്ന് പറയരുത് കേട്ടോ, ആരുടെ മുമ്പിൽ ചെന്ന് പറയരുത്. അത് ആരാ പഠിപ്പിച്ചു വിട്ടേന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെയല്ല. ഈ 2 എന്ന് പറഞ്ഞാൽ SO4 2- എന്നും 3 എന്ന് പറഞ്ഞാൽ Al3+ എന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ 2 ഇവന്റെ കൂടെ പോയി, ഈ 3 ഇവന്റെ കൂടെ പോകുന്നൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പറയണതാണ്. ഇതൊക്കെ ആരെ പഠിപ്പിച്ചോട്ടെന്ന് വേറെ എല്ലാവരും ചോദിക്കും. ഓക്കെ, അപ്പം കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, യെസ്. അത് തന്നെ വാലൻസി ഇന്റർചേഞ്ചിങ് ഫോർമുലയാണ്. അതൊക്കെ ഇവിടെ വന്ന് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് എന്ത് വാലൻസി എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പിന്നെ പറയാൻ പോകേണ്ട വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആൻസർ വരുന്നത് NaClന്റെ 2ഉം AlNO3 ത്രൈസിന്റെ 4ഉം K2SO4 3 Al2SO4 ത്രൈസ്
5 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫോർ ethanol and acetone mixture solute solvent interaction is weaker than the solute and solvent interaction. Does this solution obey Raoult's law? ഈ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? എത്തനോൾ അസറ്റോൺ മിക്സ്ചർ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല. യെസ്, വെരി ഗുഡ്. ഇല്ല എന്നാണ് ആൻസർ വരുന്നത്. നോയാണ്. അതുപോലെ തന്നെ അതിന്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതായിരിക്കും മക്കളെ? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അതായത് നിങ്ങൾ അത് പഠിച്ചു വെച്ചോളണം. എത്തനോൾ അസറ്റോൺ മിക്സ്ചർ ഏത് ഡീവിയേഷൻ കാണിക്കുന്ന? പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫായ ഗ്രാഫ് വരച്ചു വെച്ചോളണം. ഓക്കെ, പഠിച്ച സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ അതൊന്ന് പഠിക്കാം. അതിൽ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ ലിപ് മൂവ്മെന്റിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, എടാ നീ ഒന്ന് പറഞ്ഞടാ. ആരാണ് സാർ ഇത്? ഹരിഹരൻ. യെസ്, ഹരിഹരൻ പറഞ്ഞോ. അത് തന്നെ അതായത് ലാൻഡ്രോയിഡ് കോൺട്രാക്ഷൻ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അതാണ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ലാൻഡ്രോയിഡ് കോൺട്രാക്ഷനും അതിന്റെ റീസണും അതിന്റെ കോൺസിക്വൻസസും എപ്പോഴും എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളാം. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് ലാൻഡ്രോയിഡ് കോൺട്രാക്ഷൻ അല്ലേ? എന്താണ് ലാൻഡ്രോയിഡ് കോൺട്രാക്ഷൻ? ദ ലാൻതനൈഡ്സ്, ദ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ ഡിക്രീസസ് regularly from lanthanum to lutetium. This regular decrease in the atomic and ionic radii is called lanthanide contraction അല്ലേ? പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. അതിന്റെ റീസൺ പറയുന്നത് lanthanides as the atomic number increases, the nuclear charge increases 1 by 1 and the electrons are added to the anti-penultimate f subshell. Due to the poor shielding effect of f orbital nucleus can attract the outermost electrons strongly and as a result the radial decreases. റീസൺ അധികം ചോദിക്കാറില്ല. കൂടുതൽ ചോദിച്ചു കാണുന്നത് കോൺസിക്വൻസസ് ആണ്. ഓക്കെ, കോൺസിക്വൻസസ് പഠിച്ചോളണം. ഓക്കെ, ഈ ഗ്രാഫ് തന്നിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഗ്രാഫ് തന്നിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കണ്ടില്ലേ? ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയും എന്താണ്? അയോണിക് റേഡിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ ഗ്രാഫ് ഉദ്ദേശിക്കുന്നത്. കോൺസിക്വൻസസ് എന്താണ് നോക്കലേ? ഡ്യൂ ടു ദ ലാൻതനൈഡ് കോൺട്രാക്ഷൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയ അല്ലേ? സെക്കൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റ്സിന്റെ ഒക്കെ റേഡിയ എന്താണ്? സിമിലർ റേഡിയ ആയിട്ടാണ് കാണപ്പെടുന്നത്. ലാന്തനൈഡ്സ് ഹാവ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ? റേഡിയ സെയിം ആയതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ദേ അക്വയർ ടുഗദർ ഇൻ നേച്ചർ. അവരെന്താണ്? ഒരേ രൂപത്തിൽ എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ നേച്ചറിൽ കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇവമാരെ തിരിച്ചറിയാൻ വലിയ കഷ്ടപ്പാടാണ്. ഓക്കെ, ഓരോ എലമെന്റ്സിനെയും വേറെ വേറെ തിരിച്ചറിയാൻ കഷ്ടപ്പാടാണ്. നമ്മൾ പറയില്ലേ, ഈ ചൈനീസുകളെ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്, അവരെ തിരിച്ചറിയാൻ വലിയ പാടാണ് നമ്മൾ പറയില്ല. കാരണം എല്ലാത്തിൻ്റെയും കണ്ണെന്താണ് ഒരുപോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ വലിയ പാടാണ് എന്ന് പറയാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടതാണ് കേട്ടോ. റീലൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു അമ്മയ്ക്ക് ഓക്കെ ഹൈപ്പർ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ആ അവസ്ഥയുള്ളതുകൊണ്ട് ആ അമ്മയ്ക്ക് 53 കുട്ടികളുള്ളത്. ഓക്കെ, 53 കുട്ടികളുണ്ട്. ഹൈപ്പർ ഓവുലേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഓക്കെ, നമ്മളിങ്ങനെ വാ വിളിക്കണ്ട, അതൊരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ വേറെ വഴിയില്ല. ഡെലിവറി നടക്കാതെ നമുക്കത് നിർത്താൻ പറ്റില്ല. നിർത്തിയിട്ടുണ്ടെങ്കിൽ ആള് മരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് മാക്സിമം ഓവുലേഷൻ നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 53 കുട്ടികളെ 53 കുട്ടികളും തിരിച്ചറിയാൻ അമ്മയ്ക്ക് മാത്രം കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. ഓക്കെ, അതങ്ങനെ അത് അമ്മയുടെ ഇതാണ്. ഓക്കെ, അമ്മയ്ക്ക് അറിയാം 53 കുട്ടികളെ വേറെ, അത് അമ്മയുടെ കഴിവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഇവരെ എല്ലാവരും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയതുകൊണ്ട് തന്നെ ഇവരെ വെവ്വേറെ തിരിച്ചറിയാൻ നമുക്ക് എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദ ബേസിക് ക്യാരക്ടർ ഓഫ് ദെയർ ഹൈഡ്രോക്സൈഡ്സ് ഡിക്രീസസ് ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം. എന്താണ് ബേസിക് ക്യാരക്ടർ? അതിന്റെ ഹൈഡ്രോക്സൈഡ്സിന്റെ ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എവിടെ മുതൽ എവിടം വരെ? ലാന്തനം ടു ലുട്ടീഷ്യം. അതുകൊണ്ട് തന്നെ ലാന്തനത്തിന്റെ ഹൈഡ്രോക്സൈഡ് മോർ ബേസിക് ദാൻ ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്. ലുട്ടീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡിനേക്കാൾ ബേസിക് ആയിരിക്കും ആരുടെ ഹൈഡ്രോക്സൈഡ്? ലാന്തനത്തിന്റെ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അത് പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് അറ്റോമിക് റേഡിയ ഓഫ് സിർക്കോണിയം.
and hafnium are 160 pm and 159 pm, and they have similar physical and chemical properties due to the laminar contraction. അതായത് 160 159 pm എന്ന് പറഞ്ഞാൽ നേരിയ ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, വളരെ ചെറിയ ഡിഫറൻസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആണ്. ഓക്കെ, രണ്ടും രണ്ട് എലമെന്റ്സ് ആണ്, പക്ഷെ എന്താണ് അവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആവുന്നു. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഈ വിശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് മാത്രം പോയൊരു എന്താണ് റഫ്നെസ് ഫീൽ ചെയ്യുമല്ലോ എന്ന് ഓർത്താട്ടാ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെയിം ദ 2 types of magnetic behavior exhibited by the transition metals. എന്താണ് ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്ന 2 മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. നമ്മൾ 3 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? ഏതൊക്കെയാ? യെസ്, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം അല്ലേ? ഓക്കെ, കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2+ അക്വസ് അയോൺ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. M2+ ആട്ടോ, Mn അല്ല, M2+ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ 1s2 2s2 2p6 എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിച്ച് വാരി എഴുതണ്ട. എന്താണ് 18 വരെ ഉള്ളവരെ നമുക്ക് എങ്ങനെ എഴുതാം? ആർഗണെ അല്ലെ, ആർഗണ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ 18 വരെ ഉള്ളവരുടെ അവിടെ ആയി, പിന്നെ ബാക്കിയുള്ളവരുടെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ വരും മക്കളെ? അങ്ങനെ വരും, ആർഗണിന്റെ വരെ അവിടെ എഴുതി, ബാക്കിയുള്ള 3d7 4s2 അല്ലെ, 3d7 and 4s2 ആണ്. അവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഇല്ലേ? എങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസ് മനസ്സിലാക്കുന്നത്? 3d 4s2 അവിടെ നിൽക്കും. 3d ആണല്ലോ ഏറ്റവും പുറമെയുള്ള ഷെല്ല് അല്ലെ? 3d ആവുമ്പോൾ ആ 3d ഡിക്ക് അറിയാം നമുക്ക് എത്ര പേരുണ്ട്. ഡിക്ക് 5 ഓറിയന്റേഷൻസ് ആണ് കാണിക്കുക അല്ലെ? ഇങ്ങനെയാണ് കാണിക്കുക ആണല്ലോ, 5 ഓറിയന്റേഷൻസ് ആണുള്ളത്. സോ നമ്മൾ എന്താണ് 3d7 എന്നാണ് അല്ലെ? 3d7 4s2. എങ്ങനെയാ 3d7 4s2 വന്നത്? പറഞ്ഞേ, ഇനി 3d7 4s2 വന്നത് M2+ അയോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? M2+ അയോൺ നമുക്ക് നോക്കാം. 3d7 1 2 3 4 5 6 7 ശരിയല്ലേ? ഓക്കെ, ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ? പെയർ ചെയ്യാൻ നിൽക്കുന്നത് 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, സോ there are 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ 3 × 3 + 2 ചെയ്ത് കഴിയുമ്പോൾ √15 3.87 bm ആണ് കിട്ടുന്നത്. ശരിയാണല്ലോ? ഉഷാറായിട്ട് കഴിച്ചു. ഓക്കെ, അത് പഠിച്ചു വെച്ചോളണം. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം, സിമ്പിളാണ്. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺസിന് എടുക്കുക, എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇക്വേഷൻ വെച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ഡു യു പ്രിപ്പയർ K2Cr2O7 ഫ്രം ക്രോമൈറ്റ് അയോ ഓർ? എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് അറിയില്ല, ആകെ 3 സ്റ്റെപ്പ് ഇടാം. 3 സ്റ്റെപ്പ് എന്ത് ചെയ്യുക? റിയാക്ഷൻ അടക്കം പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞ് വിട്ടു. എൻ്റെ പൊന്ന് സാറ് റിയാക്ഷനാ, അതുകൊണ്ട് മടിയായതുകൊണ്ട് എന്ത് ചെയ്തില്ല, പഠിച്ചില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞപ്പം പെട്ടു. അതാ പറയുന്നത്, മടി എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കൺവേർഷൻ ഓഫ് ക്രോമേറ്റ് ഓർ ടു സോഡിയം ക്രോമേറ്റ് അല്ലെ? ക്രോമേറ്റ് ഓറിന് എന്ത് ചെയ്യണം? സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ക്രോമേറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ക്രോമേറ്റ് ഓർ. FeCr2O4 എന്ന് പറയുന്നത് ആണ് എന്ത്? ക്രോമേറ്റ് ഓർ. അതിനെ നമ്മൾ സോഡിയം ക്രോമേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? സോഡിയം കാർബണേറ്റും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യണം. ഓക്കെ, ഫ്യൂസ് ചെയ്യണം ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അതാണ് O2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് സോഡിയം ക്രോമേറ്റ് ആയിട്ട് Na2CrO4 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തു. ഓക്കെ, ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാതെ നിങ്ങൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പഠിക്കണം കേട്ടോ, അത് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതിന് ശേഷം നമ്മൾ എന്താക്കണം? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അസിഡിഫിക്കേഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ടു സോഡിയം ഡൈക്രോമേറ്റ്. എന്താണ്? ആ സോഡിയം ക്രോമേറ്റിനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അസിഡിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ അത് എന്തായി മാറും? സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും, Na2Cr2O7 ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എന്താ കിട്ടേണ്ടത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ കിട്ടേണ്ടത്. അപ്പോൾ സോഡിയത്തെ മാറ്റിയിട്ട് അവിടെ ആരെ റീപ്ലേസ് ചെയ്യണം? K ആക്കണം അല്ലെ? Na മാറ്റിയിട്ട് K ആക്കണം, പൊട്ടാസ്യത്തെ ആക്കണം. അതിനെന്ത് ചെയ്താൽ മതി? കൺവേർഷൻ ഓഫ് സോഡിയം ഡൈക്രോമേറ്റ് ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ത് ചെയ്താൽ മതി? അവിടെ നമ്മൾ KCl വെച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രീറ്റ് ചെയ്താൽ മതി. വി ഗെറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, അത് ഒരു ഓറഞ്ച് നിറമുള്ള സാധനമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്കറിയാം, നിങ്ങൾ ലാബൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണും അല്ലേ?
ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, യെസ്, സെറ്റാണോ എല്ലാവരും? ഓക്കെ, പഠിച്ചു വെച്ചോളണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രാൻസിഷൻ എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ മെനി റിയാക്ഷൻസ്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി? ഞാൻ +2 പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആൻസർ ചെയ്തില്ല കേട്ടോ. അതുപോലെ നിങ്ങളാവരുത് കേട്ടോ. എനിക്ക് അതാണ്, അതെന്തുകൊണ്ടാണ് ആൻസർ ചെയ്യാത്തതെന്ന് ചോദിക്കണം. അത് വേറെ കാര്യം. എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ സാധാരണയില്ലായിരുന്നു. എടാ ഈ ക്വസ്റ്റ്യൻ ആണ് വരുള്ളൂ എന്ന് പറഞ്ഞു തരാനില്ലായിരുന്നു. ആ ടെക്സ്റ്റ് മൊത്തം പഠിക്കാനാണ് പറഞ്ഞത്. 16 ചാപ്റ്റർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ചാപ്റ്റർ ഉണ്ട്? 10 ചാപ്റ്റർ ഉള്ളൂ. ഞങ്ങൾക്ക് 16 ചാപ്റ്റർ പഠിക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ അതിനുശേഷം ഈ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ 2018 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നീ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ എന്ന് ഞാൻ ആലോചിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, ട്രാൻസിഷൻ കോമ്പൗണ്ട്സ്. അതിനുള്ള കാരണം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അതിനുള്ള കാരണം ഇതൊക്കെ പഠിച്ചു വെച്ചോളണം കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ആക്ട്സ് ആസ് എ കാറ്റലിസ്റ്റ് ഡ്യൂ ടു ദെയർ ലാർജ് സർഫസ് ഏരിയ, അല്ലെ? സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ് എന്താണ്, അതുപോലെ ഇവർക്ക് കോംപ്ലക്സിൽ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. കോംപ്ലക്സിൽ എന്താണെന്ന് പഠിച്ചായിരുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള കഴിവ്, അല്ലെ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മീൻസ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആണ്, അല്ലെ? കോംപ്ലക്സ് ആണ്, വലിപ്പം കൂടിയ കോമ്പൗണ്ട് ആണ്, അല്ലെ? അതുപോലെ എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് പലതരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവുണ്ട്. ഈ 3 കാരണങ്ങളുള്ളത് കൊണ്ടാണ് ഇവരെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് അയോൺസ്. വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിൻസിന് പൊതുവെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. ക്രോമേറ്റും ഡൈക്രോമേറ്റ് അയോണുകളുടെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. നമുക്കറിയാം 2 സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഇത് അതുപോലെ തന്നെ വരച്ച് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, എക്സാമിന് ചോദിക്കാറുള്ളതാണ്, വരച്ചു വെക്കണം. ആവശ്യമുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നെ കൂട്ടിയെടുത്തോ, കാരണം നിങ്ങൾക്ക് ഇനി ഓർമ്മിക്കാലോ. വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോയും കാണുമ്പോൾ ഓർക്കാലോ. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈ. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്നും ഐഡന്റിഫൈ ദ എലമെന്റ് ഇൻ ദ 3D ട്രാൻസിഷൻ മെറ്റൽ സീരീസ് ദാറ്റ് എക്സ്പെക്ട് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചോളാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആ എലമെന്റിന്റെ പേര് നമ്മൾ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ശ്രീരഞ്ജൻ പറയുന്നുണ്ട്. ഓക്കെ, MN അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എൻ്റെ ആൻസർ വരുന്ന ഫസ്റ്റ് വൺ, ട്രാൻസിഷൻ സീരീസ് ട്രാൻസിഷൻ എലമെന്റ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ് സ്മോൾ ഡിഫറൻസ് ദ എനർജീസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ NS and N-1d orbitals. Both NS and N-1d orbitals can be used for the compound formation. ഈ 2 നമ്മൾ 10ൽ പഠിച്ചിട്ട് വന്നതാണ്, ശരിയല്ലേ? 2 ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിന്നേഴ്സിൽ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഉറപ്പാ മറക്കില്ല. നൈറ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടി കൊണ്ട് പഠിച്ചവരാണ്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഈ NS? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 4:3d7 എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്. ഈ 4:3d7 ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് NS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4s അല്ലെ? 4s ആണ് NS എന്ന് ഉദ്ദേശിക്കുന്നത്. 3D എന്ന് പറയുമ്പോൾ N-1, അതായത് 4 - 1 എന്ന് പറയുമ്പോൾ 3. അപ്പൊ 3D ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 4sന്റെയും 3Dയുടെയും എനർജി കമ്പാരിസൺ വരുമ്പോൾ വളരെ ചെറിയ ഡിഫറൻസ് കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ രണ്ടുപേരും എന്തിന് പങ്കെടുക്കുന്നുണ്ട്? റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെ? സോ അതെന്താണ് ഇവരെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണമാകുന്നു. അല്ലെ, മാഗ്നീസ് 25ാമത്തെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ 25ാമത്തെ എലമെന്റ് ആണ് മാഗ്നീസ് എന്ന് പറയുന്ന MN, അല്ലെ? ഈ മാഗ്നീസ് ആണ് മാക്സിമം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക, അല്ലെ? നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ കുറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? MnO2ന്റെയും N2O3യുടെ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് മാഗ്നീസ് ആണ് മാക്സിമം നമ്പർ ഓഫ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇപ്പം മാത്രമല്ല, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാംസിനും PSC എക്സാംസിനും ഒക്കെ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Cr2+ reducing and Mn3+ oxidizing when both have D4 configuration. രണ്ടിന്റെയും കോൺഫിഗറേഷൻ D4 ആണ്. രണ്ടിന്റെയും 3D4 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ രണ്ടിന്റെയും കോൺഫിഗറേഷൻ എന്താണ്? D4 കോൺഫിഗറേഷൻ കാണിക്കുന്നത്. Cr2+ ആണെങ്കിൽ 24 അല്ലെ? 24ൽ നിന്ന് 2 കുറച്ച് മക്കളെ എത്ര കിട്ടൂടാ? ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ആണോ? അതെ, പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 22 കിട്ടി.
അല്ലേ? 22 കിട്ടി. അതുപോലെ തന്നെ Mn3+ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ കിട്ടുന്നത്? 25 ആണ്. 3+ വന്നപ്പോൾ അവനും എന്താണ്? 22 തന്നെയാണ്. രണ്ടിന്റെയും കോൺഫിഗറേഷൻ എന്ത് തന്നെയാണ്? D4 കോൺഫിഗറേഷൻ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരാൾ റെഡ്യൂസിങ് മറ്റൊരാൾ ഓക്സിഡൈസിങ് ഏജന്റുമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള കാരണം എന്തായിരുന്നു? ദിസ് ഇസ് ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് Cr3+ ആൻഡ് Mn2+ അയോൺസ്. എന്താണ്? രണ്ടിന്റെയും അതെന്താണ്? അവരുടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. മെൻ Cr2+. ഓക്കെ, ഇവിടെ Cr2+ ആട്ടോ മക്കളെ, അത് Mn3+ ആണ്. ഓക്കെ, ശരി, അങ്ങോട്ട് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, ഒരു കുഴപ്പമില്ല. വെൻ Cr2+ ലോസസ് 1 ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ രണ്ടും എന്താണ് ഇപ്പൊ ശരിയായിട്ടുണ്ട്. Cr2+ ലോസസ് 1 ഇലക്ട്രോൺ. Cr2+ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്താൽ ഇറ്റ്സ് കോൺഫിഗറേഷൻ ബിക്കം D3 അല്ലേ? അവരുടെ കോൺഫിഗറേഷൻ D4 എന്നുള്ളത് D3 ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു ദ സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് T2G3 കോൺഫിഗറേഷൻ. എന്താണ് അത്? എന്തിനോട് ഈക്വൽ ആണ്? ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കുന്ന T2G3 കോൺഫിഗറേഷനോട് ഈക്വൽ ആണ്. Cr2+ റെഡ്ലി ലോസസ് ഇലക്ട്രോൺ ആൻഡ് ആക്ട്സ് ആസ് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ഇലക്ട്രോണിൽ ലോസ് ചെയ്താൽ അവൻ എന്തായി മാറും? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറുന്നു. അതേസമയം Mn3+ അങ്ങനെയല്ല, ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താണ്? ഹാഫ് സ്റ്റേബിൾ D5 കോൺഫിഗറേഷനിലേക്ക് വരും. ശരിയല്ലേ? D5 കോൺഫിഗറേഷനിലേക്ക് വരും. അതായത് D10 കോൺഫിഗറേഷൻ ആണ് എന്താണ് ഫുൾഫിൽഡ് ആയിട്ട് നിൽക്കുന്നത്. D5 എന്താണ്? ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഹാഫ് ഫിൽഡ് ആയിട്ട് നിൽക്കുമ്പോഴും എന്താണ്? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് അറ്റൈൻസ് എ സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷൻ. സോ Mn3+ ആക്ട്സ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്? ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുക. മനസ്സിലായില്ലേ? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷന് സഹായിക്കുന്നവരെയാലോ നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുക. ശരിയല്ലേ? അപ്പോ ഇവൻ ഒരു ഇലക്ട്രോൺ എന്താണ് ഗെയിൻ ചെയ്യാനല്ലേ നോക്കുള്ളൂ. കാരണം എന്താണ്? D5 കോൺഫിഗറേഷനിലേക്ക് എത്താനും. മറ്റവൻ എന്താണ്? ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യാനേ നോക്കുള്ളൂ. എന്താണ്? T2G3 കോൺഫിഗറേഷനിലേക്ക് എത്താൻ വേണ്ടി. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഒരാൾ റെഡ്യൂസിങ് ഏജന്റ് ആവാനും മറ്റൊരാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആവാനുള്ള കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ആണോ? യെസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The atomic radii of zirconium and hafnium are almost identical. Justify. എന്താണ്? രണ്ട് നമുക്കറിയാം ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ ആണ് അതിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് അല്ലെ? പഠിച്ചു വെക്കുക കേട്ടോ. ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ ആണ്. പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അത് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KMnO4 is a purple colored crystal and it acts as an oxidant. How will you prepare KMnO4 from MnO2? MnO2 ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം അല്ലെ? ആണല്ലോ. KMnO4ന്റെ പ്രിപ്പറേഷനിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് MnO2 ആണ് ഉപയോഗിക്കുന്നത്. പഠിച്ചു വെച്ചാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കാൻ ഏതായിരുന്നു നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ക്രോമേറ്റ് ഓർ ആണ്. ഓക്കെ, അത് പഠിച്ചു വെച്ചാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ്? MnO2നെ നമ്മൾ ഫ്യൂസ് ചെയ്യുന്നു, KOH ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്താക്കി മാറ്റും? പൊട്ടാസ്യം മാഗ്നേറ്റ് ആയിട്ട് മാറ്റും. അതിനുശേഷം ഈ മാഗ്നേറ്റ് ഇതാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് അല്ല. നിങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു മണ്ടത്തനാണ് സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങൾ നല്ലാട്ടോ, നിങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാനും സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുമായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തരുന്നത്. അത് മനസ്സിലാക്കി പഠിക്കുക. എപ്പോഴും എന്താണ്? അതിന്റെ റിയാക്ഷൻസ് എഴുതി വെച്ചാലാണ് മാർക്സ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. റിയാക്ഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, സെക്കൻഡ് എന്താണ്? മാഗ്നറ്റ് MnO4 മാഗ്നറ്റ് അയോൺ. അതിനെ ഇലക്ട്രോലൈറ്റിക് ഓക്സിഡൈസ് ടു പെർമാഗ്നറ്റ് അയോൺ ആയിട്ട് മാറ്റുന്നു. അങ്ങനെ പെർമാഗ്നറ്റ് അയോൺ ആണ് 2MnO4- പ്ലസ് MnO പ്ലസ് 2H2O. ഓക്കെ, ഇവർ രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്കുന്നത്. എന്നിട്ട് നമ്മൾ പെർമാഗ്നേറ്റിനെ എന്താക്കി മാറ്റുന്നു? KCl വെച്ച് നമ്മൾ ചെയ്ത് പൊട്ടാസ്യം മാഗ്നേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അറിയാലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് DNF ബ്ലോക്ക് എലമെന്റ്സ്. നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എഫ് ബ്ലോക്കും ഡി ബ്ലോക്കിന്റെ എലമെന്റ്സിന്റെ കുറേ ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 പഠിച്ചു വയ്ക്കുക. ബുദ്ധിമുട്ടുണ്ടോ 3 പഠിച്ചു വയ്ക്കാൻ? ഓക്കെ, 3 പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ്? TiO is used for the pigment industry and MnO2 for use in dry battery cells. The battery industry also requires zinc and nickel in presence of cadmium. The silver UK coins are a CuNi alloy. Many of the metals and their compounds are essential catalysts in the chemical industry. V2O5 catalyzes the oxidation of SO2 in the manufacture of sulfuric acid. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു വേണ്ട. വേണമെങ്കിൽ V2O5 is used as a catalyst in the manufacture of sulfuric acid എന്ന് എഴുതിയാലും മതി. ഓക്കെ, നമ്മൾ ഇത്തിരി +2 പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണമെന്നുള്ളൂ.
നിങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞാലും V2O5 is used as a catalyst in the manufacture of sulfuric acid എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് TiCl4 is a part of Ziegler catalyst and which is used for the manufacture of polythene. Iron catalyst is used in the Haber process. Nickel catalyst is the enamel of the hydrogenation of fat. In Waker process, the oxidation of ethane to ethanol is catalyzed by PdCl2. Nickel complexes are useful in the polymerization of alkanes and other organic compounds such as benzene. അതുപോലെ തന്നെ the photographic industry relies on the special light sensitive properties of AgBr. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതി വെച്ചാൽ ഏതെങ്കിലും 3. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ ഈസിയാണ്. കെമിസ്ട്രി എക്സാം വളരെ ഈസിയാണെന്ന് വേണമെങ്കിൽ പറയാം. Okay, next question like പോകാം. Assume that you are going to a present in a seminar on the transition elements. Write any 4 important properties of transition elements. Transition elements ന്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഏതൊക്കെയാ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്ന വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. കമ്പയറബിൾ എന്താണ് എനർജീസ് ഉള്ളത് കൊണ്ടാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഏതൊക്കെയാണ്? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം. അതിൽ എന്താണ് ചിലരെന്താണ് ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് ഫോർമേഷൻ ഓഫ് കളർ കോമ്പൗണ്ട്സ് ഓർ അയോൺസ് അല്ലേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്ന പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് പഠിച്ചു വെച്ചോളണം. എന്തുകൊണ്ടാണ് കളർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ കാരണം? പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആയിരിക്കും. അതിൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു ലാർജ് സർഫസ് ഏരിയയും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം നമ്മൾ എന്താണ് ഇത് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അറിയാലോ, പഠിച്ചു വെക്കുക, സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാഗ്നീസ് ഇൻ KMnO4 ഈസ് എത്രയാണ് മക്കളെ? മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കെയുടെ +1 ആണ് അല്ലെ, ഒറ്റ കെ ഉള്ളൂ. അതുകൊണ്ട് 1 × 1 അല്ലെ, 1 × 1 + 1 × Mn + 4 × -2 = 0 ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? +7 കിട്ടും. വെറും 7 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. വെറുതെ 7 എന്ന് എഴുതി വെക്കരുത്, +7 തന്നെ എഴുതിക്കൊള്ളാം കേട്ടോ. അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് 13 the among the following transition elements which one has a completely filled d orbital. ഇതിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇത്തിരി ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എന്താണ് സിൽവർ ആണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുന്ന ഡി ഓർബിറ്റൽ. ഓക്കെ, പണ്ടായിരുന്നു ഇത് എളുപ്പമായിരുന്നു. ഇത് നിങ്ങൾക്ക് പേടിക്കണ്ട, ഇത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞങ്ങൾ പഠിച്ചിരുന്നോണ്ടിരുന്ന കാലം എന്ന് പറഞ്ഞാൽ വലിയ കാലമൊന്നും ആയിട്ടില്ല. ഓക്കെ, ഒരു 3-4 വർഷം മുമ്പ് വരെ നിങ്ങൾക്ക് ഇത് ക്ലാക്സ് ടേബിൾ എന്ന് പറയുന്ന ടേബിൾ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ അത് ഞങ്ങളെപ്പോലുള്ള ബിരുദന്മാരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ ബിറ്റൊക്കെ എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. ഓക്കെ, അത് അവസാനം പണിയായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ക്ലാക്സ് ടേബിൾ അങ്ങ് ഒഴിവാക്കി ഒരു 5 ചാപ്റ്റർ എന്ത് ചെയ്തു? 6 ചാപ്റ്റർ അങ്ങോട്ട് കട്ടും ചെയ്ത് തന്നു. ഓക്കെ, അന്ന് നമുക്ക് എന്താണ് ഇപ്പോൾ സിൽവറിൻ്റെ Agയുടെ എന്താണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാകും. അതിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ടാകും കൂടെ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി ഓർബിറ്റൽസിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ആൻസർ Ag ആണ്. അതിന് തൊട്ട് മുമ്പ് നിൽക്കുന്നത് ക്രിപ്റ്റോൺ ആണ്. ഓക്കെ, 4d10 അതുപോലെ 5s1. അതിൽ 4d10 ആണ് എന്താ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഇൻ ഓക്സിഡൈസിങ് ഏജന്റ്. എന്താണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, നമുക്കറിയാം. നെയിം ദ ഓർ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെ. ഓർ ഏതായിരുന്നു നമ്മൾ പഠിച്ചായിരുന്നു? എന്താണ് ക്രോമേറ്റ് ഓർ ആണ് അല്ലെ. ക്രോമേറ്റ് ഓർ ആണ്, ഇപ്പൊ പറഞ്ഞോളൂ അല്ലെ, ക്രോമേറ്റ് ഓർ ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം സോഡിയം ക്രോമേറ്റ്, അത് നമ്മൾ പഠിച്ചതാണ്, കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വാട്ട് ഇസ് എ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ ലാന്തനോയിഡ്സ്? ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായിരിക്കും മക്കളെ? +3 ആട്ടോ. ഓക്കെ, +3. യെസ്, അവിടെ കൈ കൊണ്ട് എബിൻ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, +3 എന്ന് കാണിച്ചാൽ കണ്ടു. ഓക്കെ, +3 ആണ്. ഓക്കെ, കാരണം നമ്മൾ അറിയായിരുന്നു ഹൈഡ്രോക്സൈഡ്സ് എടുത്തപ്പോൾ ലാന്തനത്തിന്റെയും ലുട്ടീഷ്യത്തിന്റെയും ഹൈഡ്രോക്സൈഡ്സ് എങ്ങനെയായിരുന്നു? ഓയിസ് ത്രൈസ് എന്ന് പറഞ്ഞല്ലേ വന്നേ, ശ്രദ്ധിച്ചായിരുന്നോ? LA ഓയിസ് ത്രൈസും LU ഓയിസ് ത്രൈസ് എന്ന് പറഞ്ഞാൽ വന്നത്. അപ്പൊ ആ 3 എന്ന് പറയുന്നത് എന്താണ്? ലാന്തനത്തിന്റെയും ലുട്ടീഷ്യത്തിന്റെയും എന്താണ്? വാലൻസി ആണ്. സോ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? ഈ ഓക്സിജൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും വാലൻസി ആയിട്ട് മിക്കപ്പോഴും വരിക അല്ലെ. ഓക്സിജൻ സ്റ്റേറ്റ് തന്നെയാണ് വാലൻസി. അപ്പൊ എന്താണ് അത്? +3 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. In d block elements, the radii of elements of third transition series are similar to the second transition series. എന്താണ്? ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്, നമുക്കറിയാം. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu2+ ion is 3d9. Calculate its spin only magnetic moment. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മക്കളെ.
29 ആണ് 3D9 Cu2+ അയോൺ 29 അല്ലേ? അപ്പൊ അവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 29 ആണെങ്കിൽ എടാ കാൽക്കുലേറ്റ് എളുപ്പമല്ലേ, 1 × 1 + 2 അല്ലേ? കാരണം എന്തുകൊണ്ടാ 1 എന്ന് പറയാൻ, ഇപ്പൊ 30 ആണെങ്കിൽ എന്താണ് ഡി ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും അല്ലേ? 29 വരുമ്പോ എന്താണ് ഒരെണ്ണം കൂടി ഫില്ല് ചെയ്യാൻ ബാക്കി പോയിട്ട്, അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി അത് വരച്ച് കാണിക്കണോ? ഇങ്ങനെ വരുവാണ് 3D9 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? 3D9 ആണ് അല്ലേ? 3D9 വരുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 5 6 7 8 9 അല്ലേ? പിന്നെ ഒരെണ്ണം ഉള്ളൂ അല്ലേ? അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ആണ്. സോ 1 × 1 + 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.414 BM ആണോ? 1.414 അല്ലല്ലോ വരേണ്ടത്. ഒന്നും ചെയ്ത് നോക്കിക്കേ. 1.7 വരുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. 1.73 BM ആണ് കേട്ടോ വരേണ്ടത്. 1.73 BM ആണ് വരേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആൻ ആറ്റം ഹാവിംഗ് D10 കോൺഫിഗറേഷൻ? പറഞ്ഞേടാ, എത്രയായിരിക്കും? S0 അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? D10 കോൺഫിഗറേഷൻ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല, ഫുള്ളി ഫിൽഡ് ആണ്. സോ എന്തായിരിക്കും? 0 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, സ്കാൻഡിയം 21 ആണ്. ഡസ് നോട്ട് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് യെറ്റ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ട്രാൻസിഷൻ എലിമെന്റ്. വൈ? സ്കാൻഡിയം എന്ന് പറയുന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല, എന്നാൽ കൂടി ഇവര് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? ട്രാൻസിഷൻ എലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടായിരിക്കും മക്കളെ? അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ പാർഷ്യൽ ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ടാണ്. സ്കാൻഡിയത്തിൽ എന്തുണ്ട്? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് അവനെ നമ്മൾ ട്രാൻസിഷൻ എലിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലാന്തനോയിഡ് എലമെന്റ്? ഇതിലെ ലാന്തനോയിഡ് എലമെന്റ് അല്ലാത്തത് ആരാണ്? സീറിയം, യൂറോപ്പിയം, ലുട്ടീഷ്യം, തോറിയം. ഇതിലെ ലാന്തനോയിഡ് എലമെന്റ് അല്ലാത്തവര് തോറിയം ആണ് കേട്ടോ. തോറിയം ആണ് കേട്ടോ. തോറിയം എന്താണ്? ആക്ടിനോയിഡ് ആണ് കേട്ടോ. തോറിയം എന്ന് പറയുന്നത് ആക്ടിനോയിഡിൽ വരുന്നവരാണ്. ഓക്കെ, സോ തോറിയം ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോർമേഷൻ മെറ്റൽ ആർ ജനറലി കളേർഡ്. വൈ? നമ്മൾ പറഞ്ഞായിരുന്നു പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് വരുന്നതാണ്. അത് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പൊട്ടാസ്യം പെർമാനേറ്റിന്റെ റൈറ്റ് ദ റിയാക്ഷൻസ് ഓഫ് KMnO4 എന്ന് പറഞ്ഞ നമ്മൾ പിന്നെയും ചോദിച്ചിരിക്കുന്നതാണ്. പല രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അസിഡിക് മീഡിയത്തിൽ KMnO4 എന്താണ്? ഫെറസ് സോൾട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫെറിക് സോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 5Fe2 + MnO4 + 8H+ gives 5Fe3+. അതായത് ഇതെന്തായിരുന്നു? ഫെറസ് സാൾട്ട് ആയിരുന്നു. അതെന്തായി മാറി? ഫെറിക് സാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അസിഡിക് മീഡിയത്തിൽ. അത് മാത്രമാണ് ഇവിടെ പറയുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്ന ചാപ്റ്റർ തന്നെയാണ്, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. സിമ്പിൾ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ അല്ലേ? യെസ്, ബൈജു സാറിനെ കടത്തി വെട്ടാൻ പറ്റും എനിക്ക്, അല്ലേ സാറേ? അതെ, ബൈജു സാർ 8:30 ക്ലാസ് നിർത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് നാളെയല്ലേ എക്സാം? കെമിസ്ട്രിയുടെ എക്സാം ആണോ? അല്ലേ? ആണോ? എന്താ ഉറപ്പൊന്നുമില്ലേ? നാളെ ആണോന്ന് വെച്ചാൽ സാറേ, നാളെ രാവിലെ എണീറ്റ് അല്ലേ ടൈം ടേബിൾ നോക്കുമ്പോൾ അറിയാം നാളെ ആണോ എന്ന്, അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ നിർത്താൻ പറ്റും. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ നിർത്തുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുക നല്ലപോലെ. ഓക്കെ, ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ്. നെയിം ദ ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഇൻ എ ഡൈസാക്കറൈഡ്. ഏതായിരിക്കും? അതായത് മോണോസാക്കറൈഡ് യൂണിറ്റുകളെ കണക്ട് ചെയ്ത് പോകുന്നത്. ഇത് നിങ്ങൾ ഈ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഇൻ എ ഡൈസാക്കറൈഡ് എന്നൊക്കെ എടുത്തു വെക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. 2 മോണോസാക്കറൈഡ് യൂണിറ്റുകളുടെ ഇടയിലുള്ള ലിങ്കേജ് ഏതാണെന്ന് ചോദിച്ചാൽ മതിയാ. ആ എടുത്ത് ഡൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവരെന്താ ഡൈസാക്കറൈഡിലുള്ള മോണോസാക്കറൈഡിന് പ്രത്യേകത വല്ല ഉണ്ടോ എന്ന് ചിന്ത നമുക്ക് വരും. അങ്ങനെ കൊണ്ടുപോയി എന്താണ് തെറ്റി ചോദിക്കും. ഓക്കെ, അത് ഞാൻ തെറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത്രേ ഉള്ളൂ. മോണോസാക്കറൈഡ് യൂണിറ്റുകളുടെ ഇടയിലുള്ള ആ ലിങ്കേജ് ഏതാ മക്കളെ? യെസ്, വെരി ഗുഡ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കേട്ടോ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പഠിച്ചു വെച്ചോളൂ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഓക്കെ, അടുത്തത്
Write the classification of proteins on the basis of their molecular shape by giving suitable examples. പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് പറയാൻ സാറേ ഒരാളെ വിളിച്ചു. ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ ആയിട്ട് നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം ആദർശ് പറയും. ആദർശേ പറഞ്ഞു. ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ് അല്ലെ. നമ്മൾ തൊട്ട അയൽവക്കാന്ന് തോന്നുന്നു അല്ലെ, പറവൂരാണ് അല്ലെ. ഓക്കെ, അപ്പോൾ എന്താണ് മോളിക്കുലാർ ഷേപ്പ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഗ്ലോബുലാർ പ്രോട്ടീനും മറ്റൊന്ന് ഫൈബ്രസ് പ്രോട്ടീനും ആണ് അല്ലെ. ബേസ്ഡ് ഓൺ ദ മോളിക്കുലാർ ഷേപ്പ് പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്താണ് നല്ലപോലെ അറിയാമെങ്കിൽ നമ്മൾ ആൻസേഴ്സ് ഒക്കെ നല്ല മനോഹരമായിട്ട് എഴുതി വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം. ബേസ്ഡ് ഓൺ ദ മോളിക്കുലാർ ഷേപ്പ് പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ നോക്കുന്ന ടീച്ചർ ഇവൻ അത്യാവശ്യം കൊള്ളാലോ പഠിക്കുന്ന ടീമാലോ എന്ന് ഓർത്ത് എന്ത് ചെയ്യും, മാർക്ക് ഇട്ട് തരും. ഓക്കെ, ഈ തുടക്കത്തിലുള്ള ആൻസേഴ്സ് ഇല്ലേ ട്രിപ്പിൾ വാല്യുവേഷൻ ആണെന്ന് പറയാനേ കിട്ടും ഈ പ്രാവശ്യം നിങ്ങളുടെ +2. ഓക്കെ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഡബിൾ വാല്യുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളാകുമ്പോൾ ട്രിപ്പിൾ വാല്യുവേഷനായി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇട്ട മാർക്കില്ലേ കുറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ടീച്ചർ നോക്കുന്നത്. അതിന് കൂടി പോയിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ ടീച്ചർ നോക്കുന്നത്. ഒരിക്കലും മാർക്ക് കൂട്ടിയിടാൻ വേണ്ടി ടീച്ചേഴ്സ് നോക്കാറില്ല, മനസ്സിലായോ? പിന്നെ എന്നെ പോലുള്ള നല്ല മനസ്സുള്ള ടീച്ചേഴ്സൊക്കെ വന്നാൽ വല്ല മാർക്കൊക്കെ കൂട്ടിയിട്ട് തന്നാലുള്ളൂ. ഓക്കെ, അപ്പോൾ അറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്ന്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, നല്ലപോലെ പഠിച്ച് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ ഈ ആക്രാന്തം മൂത്തിട്ട്, അതായത് ഈ പഠിപ്പികളുടെ ഒരു പ്രശ്നമാണ്. ആക്രാന്തം മൂത്തിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോകും. മനസ്സിലായില്ലേ? നമ്മൾ പറയില്ല വിശന്നിരിക്കുമ്പോൾ ആക്രാന്തം മൂത്തിട്ട് പഴത്തിന്റെ തൊലി പോലും കളയാതെ എന്താണ് അതുപോലെ വിഴുങ്ങുമെന്ന് പറയില്ലേ, അതുപോലെയാണ് എന്താണ് ആക്രാന്തം മൂത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോകും. ആൻസർ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അന്നേരം വെറുതെയാണ് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യണം കൃത്യമായിട്ട്. നിങ്ങൾക്ക് പേപ്പർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമല്ലോ, അവിടെ നിന്ന് തരുന്നതല്ലേ, ഇഷ്ടംമാതിരി കിട്ടും. ഓക്കെ, ചിലരുടെയൊക്കെ എഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഗവൺമെന്റിന് ഭയങ്കര പ്രതിസന്ധിയിലാണ് നിൽക്കണേ. അപ്പം ഈ ഗവൺമെന്റ് നമ്മളായിട്ട് പ്രതിസന്ധി കൂട്ടണ്ടെന്ന് കരുതിയാണെന്ന് തോന്നുന്നു. ചിലരൊക്കെ എഴുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം തോന്നും. ഓക്കെ, അത് ഇത്തിരി അകത്തി ഇത്തിരി വലിപ്പത്തിലൊക്കെ എഴുതി വെക്കുക. ഓക്കെ, അത്യാവശ്യം പ്രായമുള്ള ടീച്ചേഴ്സായിരിക്കും എക്സാമിന് നോക്കണം. റിട്ടയർ ആയ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിൻ്റെ പേപ്പർ നോക്കണം. ഒക്കെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർ ഒറ്റ വിട്ടു. മനസ്സിലായില്ലേ? ഈ പേപ്പർ ചെക്ക് ചെയ്യുന്ന ഇത്തിരി കിടന്ന കഷ്ടപ്പാടാണ്. അത് എനിക്ക് അറിയുള്ളൂ കേട്ടോ. +1 ഒക്കെ പേപ്പർ ചെക്ക് ചെയ്യാൻ വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പേപ്പർ ചെക്ക് ചെയ്യുന്ന ഇതിൽ ടീച്ചേഴ്സ് അങ്ങനെ നോക്കുമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് വലുപ്പത്തിൽ എഴുതുക, അകത്തി എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പം 24ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ന് എഴുതുമ്പോൾ 24 എന്ന് പറയുന്നത് കുറച്ച് വലിപ്പത്തിൽ എഴുതിയിട്ട് കുറച്ച് അകത്തിയിട്ട് എന്ത് ചെയ്യുക, എന്ന് ഇടുക. ഓക്കെ, അതിനുശേഷം ബി എന്ന് കൃത്യമായിട്ട് കാണിക്കുക. ഇത് മാർജിൻ്റെ വരയുടെ തുമ്പത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ബിന്ന് ചെറുതായിട്ട് കാണിക്കുക. അങ്ങനെയല്ല, കുറച്ച് മാറ്റി 24 ഇടുക, എന്നിട്ട് കുറച്ച് അകത്തിയിട്ട് എന്ന് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസേഴ്സ് ഇത്തിരി വലുപ്പത്തിൽ എഴുതുക. ഓക്കെ, അറിയാവുന്ന ആൻസേഴ്സ് ഏറ്റവും മനോഹരമായിട്ട് ആദ്യം എഴുതാൻ പറയുന്നത് എന്താണെന്നറിയോ, സൈക്കോളജിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ പൊതുവെ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പേപ്പർ അടിപൊളിയായിട്ട് നോക്കും ടീച്ചേഴ്സ്. ചെന്നിരിക്കണ വഴിയെ നോക്കുന്ന പേപ്പേഴ്സ് ഒരു 5-6 പേപ്പേഴ്സ് നല്ല രീതിയിൽ 5-6 പേപ്പേഴ്സ് ഞാനൊക്കെ ആണെങ്കിൽ ഒരു 3-4 പേപ്പറൊക്കെയാണ് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നോക്കും. ഓരോ ടീച്ചേഴ്സിൻ്റെ മൈൻഡ് പോലെ ഇരിക്കും. ഓക്കെ, പിന്നെ നോക്കുന്ന പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടപ്പേന്ന് വിട്ട് പോകും. ഓക്കെ, ആദ്യം ഒരു ആൻസർ ശരിയുണ്ടെങ്കിൽ ആ ആൻസർ വെച്ചായിരിക്കുമ്പോൾ ബാക്കിയുള്ള ആൻസർ ശരിയായിരിക്കും എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ആൻസേഴ്സ് എന്ത് ചെയ്യണം, നല്ല മനോഹരമായിട്ട് എഴുതണം. ഓക്കെ, ആദ്യത്തെ ആൻസേഴ്സ് അറിയാവുന്നത് ഏറ്റവും മനോഹരമായിട്ട് നല്ലപോലെ അറിയാവുന്ന ആൻസേഴ്സ് നല്ല സെറ്റായിട്ട് എഴുതി വെച്ചാൽ പിന്നെ പോകുന്നതൊക്കെ ഇങ്ങനെ ശരിയായിട്ട് പോകും. കാരണം ഞാൻ ഒരു പ്രാവശ്യം നോക്കിയ പേപ്പർ അങ്ങനെയായിരുന്നു. ഞാൻ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ആദ്യം അടിപൊളിയായിട്ട് എഴുതി എല്ലാം ചെക്ക് ചെയ്തു. അവസാനം വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് അങ്ങ് പോയി. പിന്നെ വീണ്ടും ഒന്നുകൂടി എടുത്തിട്ട് ആ പേപ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴോ മനസ്സിലായത് ആദ്യത്തെ ഗുണമൊന്നുമില്ല അവസാനം വന്നപ്പോൾ. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്. ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ മാർക്ക് കിട്ടാനുള്ള വഴി പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ആദ്യത്തെ ആൻസേഴ്സ് അടിപൊളിയായിട്ട് എഴുതി പോവുക. ഓക്കെ, അപ്പോൾ ഇത് ഫൈബ്രസ് പ്രോട്ടീൻ ഉണ്ട്, ഗ്ലോബുലാർ പ്രോട്ടീൻ ഉണ്ട്. ഫൈബ്രസ് പ്രോട്ടീൻ ദേ ഹാവ് ഫൈബർ ലൈക്ക് സ്ട്രക്ചർ അല്ലെ, ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. ദേ കണ്ടെയ്ൻ ലീനിയർ പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിരിക്കും. അല്ലെ, ദേ ആർ ജനറലി ഇൻസോലുബിൾ വാട്ടർ ആണ്. എക്സാമ്പിളും പഠിച്ചു വെച്ചോളൂ, കെരാറ്റിൻ ഓർ മയോസിൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാലും മതി.
ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, കണ്ടെയ്ൻ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആയിരിക്കും, അത് കോയിൽ പോലെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വരച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫൈബറസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നേരൊറ്റ ലീനിയർ ഇതായിരുന്നെങ്കിൽ ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് വെച്ചാൽ കോയിൽ രൂപത്തിൽ ഇങ്ങനെ എന്താണ്, കോയിൽ രൂപത്തിൽ ഇങ്ങനെ അതെന്ന് പറഞ്ഞാൽ എന്താ സാറ്, ചുറ്റിപ്പിണഞ്ഞ് അല്ലെ, ചുറ്റിപ്പിണഞ്ഞായിരിക്കും കിടക്കുക. ഓക്കെ, അതാണ് എന്താ ഗ്ലോബുലാർ പ്രോട്ടീൻ. ഓക്കെ, പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്. അത് സോലുബിൾ ആയിരിക്കും ഇൻസുലിൻ അല്ലെങ്കിൽ ആൽബുമിൻ. ഓക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബയോമോളിക്യൂൾസ് എന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പെപ്റ്റൈഡ് ബോണ്ട് എമംഗ് ദ ഫോളോവിങ്. ഇതിൽ നിന്ന് പെപ്റ്റൈഡ് ബോണ്ട് ഏതായിരിക്കും മക്കളെ? പെപ്റ്റൈഡ് ബോണ്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എസ്, വെരി ഗുഡ്. യെസ്, സി ആണ് അല്ലെ, CONH. അതായത് കാർബോക്സിലിക് ആസിഡിൽ നിന്നും ഒരു OHും NH2ൽ നിന്നോ ഒരു ഹൈഡ്രജനും H2O ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടാണ് എന്ത്? പോളിപെപ്റ്റൈഡ് അല്ലെ. പോളിപെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? CONH ആണ്. ഓക്കെ, CONH ആണ്. ഇതിൽ നിന്ന് COയുടെ കൂടെ ആരുണ്ടായിരുന്നു? ഒരു OH ഉണ്ടായിരുന്നു. NHൽ എന്താണ്ടായിരുന്നു? ഒരു ഹൈഡ്രജനോട് NH2 ഉണ്ടായിരുന്നു അല്ലെ. അതിൽ എന്താണ്? ഒരു ഹൈഡ്രജനും ഇവിടെ COHൽ നിന്ന് ഒരു OH കൂടി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആരേ ഉള്ളൂ? COയും ഉണ്ട്, NHും ഉണ്ട്. അവ കൂടി ചേർന്നവരാണ് എന്താ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ഒലിഗോസാക്കറൈഡ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ. വാട്ട് ഇസ് ഗ്ലൈക്കോജൻ? എക്സ്പ്ലെയിൻ ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ഒലിഗോസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദീസ് ആർ ദ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗിവ് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ് ഓൺ ഹൈഡ്രോളൈസിസ് അല്ലെ. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ 2 മുതൽ 10 വരെയും യൂണിറ്റുകൾ തരുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഒരെണ്ണം തരുന്നുള്ളെങ്കിൽ അതെന്താണ്? ഒരെണ്ണം ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ലാത്തവനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മോണോസാക്കറൈഡ് എന്ന് വിളിക്കുക അല്ലെ. ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്തായി മാറി? 2 പേരായി മാറി അല്ലെ. തരുന്നില്ലെങ്കിൽ അത് മോണോസാക്കറൈഡ് ആണ്. തരുന്നുണ്ട് 2 മുതൽ 10 വരെയും തരുന്നുണ്ടെങ്കിൽ അത് ഒലിഗോസാക്കറൈഡ്സും, 10ൽ കൂടുതൽ തരുന്നുണ്ടെങ്കിൽ അതെന്താണ്? പോളിസാക്കറൈഡ്സും. ഇനി 2 മുതൽ 10 വരെ ഉള്ളവരെ നമ്മൾ പറയാറുണ്ട് ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? അങ്ങ് പോകുന്നുണ്ട് അല്ലെ. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദീസ് ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ്, ടെട്രാസാക്കറൈഡ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് പ്രസന്റ് ഇൻ ദെയർ മോളിക്യൂൾസ്. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ ബിയുടെ ആൻസർ എന്തായിരുന്നു? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്താണെന്ന് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചാൽ. ഗ്ലൈക്കോജൻ എന്തായിരുന്നു? ആനിമൽ സ്റ്റാർച്ച് ആയിരുന്നു അല്ലെ. അതായത് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ ആനിമൽസ്. ആനിമൽസിൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലൈക്കോജൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറെ പേരിലും വിളിക്കുന്നുണ്ട്, ആനിമൽ സ്റ്റാർച്ച് എന്നും വിളിക്കുന്നുണ്ട്. അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ ആണ്, അല്ലെങ്കിൽ പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. ഏതിന്റെ ആൻസർ? എക്സ്പ്ലെയിൻ ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാർച്ച്. അതായത് സ്റ്റാർച്ചിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? അമിലോസ് ആൻഡ് അമിലോപെക്റ്റിൻ ആണ്. നമ്മളത് പഠിച്ചായിരുന്നു ഇല്ലേ? ഗ്ലൂക്കോസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമിലോസ് ആൻഡ് അമിലോപെക്റ്റിനോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചു വയ്ക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് അത് വിട്ടു പോരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൈക്കോജൻ, അതുപോലെ തന്നെ ഒലിഗോസാക്കറൈഡ്സ് എന്താണെന്നും ചോദിക്കാറുള്ളതാണ് എക്സാമിന്. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? എക്സ്പ്ലെയിൻ ദ ആംഫോറ്ററിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്സ്. എന്താണ് മക്കളെ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ? നമ്മൾ പഠിച്ചായിരുന്നു. നോൺ എസെൻഷ്യൽ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് വിച്ച് ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ ബോഡി അല്ലെ. ശരീരം സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തോളും. എന്ത്? അത് അമിനോ ആസിഡ്സ്. അത്തരം അമിനോ ആസിഡ്സ് നോൺ എസെൻഷ്യൽ. അതേസമയം ഭക്ഷണത്തില് കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ വിളിക്കുന്ന എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്. അതൊന്ന് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടണം. അതിനു വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം. ഓക്കെ, അങ്ങനെ ഭക്ഷണത്തിൽ നമ്മൾ ആ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുള്ളൂ. അത്തരം ആളുകൾ വിളിക്കുന്ന പേരാണ് എന്താ? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആംഫോറ്ററിക് നേച്ചർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാ, പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ ഒരു തെറ്റ് പറ്റി. എന്താണ്? ആംഫോറ്ററിക് എന്ന് എടുത്തു പറയാൻ പറ്റിയില്ല. അതാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട്. ആംഫോറ്ററിക് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ്. എന്താണ്? ആസിഡിക് പ്രോപ്പർട്ടീസും ബേസിക് പ്രോപ്പർട്ടീസും കാണിക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആംഫോറ്ററിക് നേച്ചർ എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമിനോ ആസിഡ്സ് 2 പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ആസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബോക്സിലിക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അല്ലെ. ബേസിക് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള കാരണം എന്താണ്? NH2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. ശരിയല്ലേ? അതായത് എന്താണ്? അമിനോ ആസിഡ്സിൽ 2 പേരും ഉണ്ട്. NH2 ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. ഈ 2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടും അസിഡിക് പ്രോപ്പർട്ടീസും കാണിക്കും, ബേസിക് പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവ എന്താ കാണിക്കാനുള്ള കാരണം? അവ ആംഫോറ്ററിക് നേച്ചർ കാണിക്കാനുള്ള കാരണം. കൂടാതെ അവിടെ വേറൊരു സംഭവം കൊണ്ട് നടക്കുന്നുണ്ട്, സിറ്റർ അയോണും ഉണ്ട് അല്ലെ.
സിറ്റർ അയോൺ ഉണ്ട്. അക്വ സൊല്യൂഷനിൽ കാർബോക്സിൽ ഗ്രൂപ്പ് ക്യാൻ ലോസ് എ പ്രോട്ടോൺ ആൻഡ് അമീനോ ആസിഡ് ഗ്രൂപ്പ് ക്യാൻ ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. അതുകൊണ്ട് തന്നെ അവിടെ ഡൈപോളാർ അയോൺ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ ഡൈപോളാർ അയോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിറ്റർ അയോൺ. പഠിച്ചിട്ടുള്ളതാ. ക്ലിയർ ആണല്ലോ? ആണോ? അനിൽ ഉഷാറുടെ കൈവീശ് ഒക്കെ കയ്യിൽ നിന്ന് അനങ്ങട്ടേടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലാസിഫൈ the following into monosaccharides and disaccharides: ribose, fructose, maltose, sucrose. എക്സാമ്പിൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞാണേ. ഓക്കെ, എന്തൊക്കെയായിരുന്നു? റൈബോസ് ഉണ്ട്, ഫ്രക്ടോസും മാൾട്ടോസും ഉണ്ട്, സൂക്രോസ്. അതിൽ മോണോസാക്രൈഡിൽ നിൽക്കുന്നത് റൈബോസും ഫ്രക്ടോസും, ഡൈസാക്രൈഡ്സിൽ മാൾട്ടോസും സൂക്രോസുമാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഹൗസ് സ്റ്റാർച്ച് ഡിഫറെന്റ് ഫ്രം ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്ലാന്റ്സിലുള്ളത്. ആനിമൽസിൽ എന്താണ്? ഗ്ലൈക്കോജൻ. ആ വ്യത്യാസമുള്ളൂ. നെയിം ദ 2 ഹോർമോൺസ് വിച്ച് വർക്ക് ടുഗദർ ടു റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ. അല്ലെ, ഇൻസുലിൻ്റെ ഇത് കുറഞ്ഞു കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലെ, ഷുഗർ കൂടിയെന്ന് നമ്മൾ പറയും. അല്ലെ, അപ്പൊ ഗ്ലൂക്കഗണും ഇൻസുലിനുമാണ് ആ 2 ഹോർമോൺസ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ആണോ സാറേ? അല്ലല്ലേ. ഓക്കെ, നെക്സ്റ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ള. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാവുന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്ന വിറ്റാമിൻ ഏതാ മക്കളെ? എസ്, വിറ്റാമിൻ എ. അല്ലെ, വിറ്റാമിൻ എ ആണ്. പഠിച്ചു വെച്ചോളണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഗീവ് ദ ഓപ്പൺ ചെയിൻ ആൻഡ് റിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ഗ്ലൂക്കോസ്. പഠിച്ചു വെക്കുക. ഓപ്പൺ ചെയിൻ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരയ്ക്കുന്നവരെ നമ്മൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറയുക. ഓക്കെ, റിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെ ഏതൊക്കെയായിരുന്നു? പൈറാൻ സ്ട്രക്ചർ. അല്ലെ, പൈറാനോസ് എന്ന് വിളിക്കുന്ന ഈ സ്ട്രക്ചർ, ഇതാണ് റിംഗ് സ്ട്രക്ചർ. അതല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഇത്. ഇത് വരയ്ക്കാൻ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് പൈറാനോ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ചോദിച്ചിട്ടുണ്ട് എന്നോർത്ത് റിപ്പീറ്റഡ് അല്ല. ഓക്കെ, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസ്. ഗ്ലോബുലാർ പ്രോട്ടീനും ഫൈബ്രസ് പ്രോട്ടീനും തമ്മിലുള്ള 2 ഡിഫറൻസസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻസും നമ്മൾ പഠിച്ചതാണ്. അല്ലെ, എന്താണ് ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിപെപ്റ്റൈഡ് കോയിൽ ഉണ്ട്, അറൗണ്ട് സ്പെറിക്കൽ ഷേപ്പ് ആണ്. അതുപോലെ ദെയർ ആർ യൂഷ്വലി ഇൻ വാട്ടർ, സോലുബിൾ ഇൻ വാട്ടർ, ഇൻസുലിനും ആൽബുമിൻസും ആണ്. ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ ആണ്, ലീനിയർ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അതുപോലെ തന്നെ ദെയർ ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. അല്ലേ, ഇപ്പോൾ എക്സാമ്പിൾ കെരാറ്റിൻ ഓർ മയോസിൻ എക്സാമ്പിളായിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ഉഷാറായിട്ട് എന്ന് കൈവശം സെറ്റാണോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 3 ചാപ്റ്റർ, ചെറിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു 3 ചാപ്റ്റേഴ്സ്. ആ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് തൊട്ട് കൂട്ടാനുള്ള എന്താണ് ഒരു ഇത് DNA RNA, അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളണം. DNA RNA എന്താണ് നമ്മൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി അവസാനം പിടിച്ച് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA RNAയുടെയും ക്വസ്റ്റ്യൻ ഇല്ലേ, ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ബയോളജി സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക കേട്ടോ. DNA RNA, ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA, അതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. പിന്നെ വൈറ്റമിൻസിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നസിന്റെ കേസ് ചോദിച്ച പോലെ വൈറ്റമിൻസ് എന്ന് ചോദിക്കാറുണ്ട്. ഇൻവേർട്ട് ഷുഗറും എന്താണെന്നും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇൻവേർട്ട് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ആൻഡ് റെഡ്യൂസിങ് ഷുഗേഴ്സ്, ഈ ഭാഗങ്ങളൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പോകാൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ 3 ചെറിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ഏറ്റവും കൂടുതൽ അറിയാലോ, ഓർഗാനിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഓർഗാനിക് എന്ത് ചെയ്യണം, നല്ലപോലെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓർഗാനിക് ഒഴിവാക്കിയിട്ട് വേറെ എന്തൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു പകുതി മാർക്കിലേക്ക് പോലും കഷ്ടിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. പകുതി മാർക്ക് പോലും എത്തില്ല, മനസ്സിലായില്ലേ? പകുതി മാർക്ക് എത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഓർഗാനിക് വിട്ട് കളഞ്ഞിട്ടുള്ള പരിപാടിക്ക് നിൽക്കുന്നത്. ഓർഗാനിക്കിൽ നെയ്മഡ് റിയാക്ഷൻസ് എല്ലാം പഠിക്കും. HVS റിയാക്ഷൻ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന റിയാക്ഷൻ, HVS റിയാക്ഷൻ. ഓക്കെ, അതൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ സെറ്റാണല്ലോ എല്ലാവരും അല്ലേ? +2 ക്ലാസ്സിൽ അവസാനത്തെ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്ന ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക, ഫ്രം ദ ഹാർട്ട് അല്ലേ? ടീച്ചിങ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഫ്രം ദ ഹാർട്ട് നിങ്ങളോട് എല്ലാവർക്കും ഞാൻ
നല്ലപോലെ എക്സാംസ് എഴുതാൻ പറ്റട്ടെ. എല്ലാ എക്സാംസും നല്ലപോലെ പഠിച്ച് എഴുതാൻ പറ്റട്ടെ. ഇവിടെ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് വരാനും അത് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആൻസേഴ്സ് ചെയ്യാനും ഉള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അതുപോലെ നല്ലപോലെ പഠിച്ച് നല്ല നല്ല നിലകളിലൊക്കെ എത്തുക. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വന്നിങ്ങനെ സംസാരിക്കുക. ഓക്കെ, പിന്നേഴ്സിലെ സാറല്ലായിരുന്നോ എന്ന് ചോദിച്ച് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ സെറ്റാണോ? ഓക്കെ, അപ്പോൾ നല്ല നല്ല ഉയർന്ന നിലകളിലൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ബൈ.